हरि ओम हरि ओम। शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्तेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदं यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहगं सत्यं परं धीमहि। धर्मप्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्मायशेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वचांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം തൃതീയ സ്കന്ധം 29-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 20-21 ശ്ലോകം വരെയാണ് എടുത്തത്. ഇരുപതാം ശ്ലോകം വരെയാണ് എടുത്തത്. 20 ശ്ലോകങ്ങളും തുടർന്നുള്ള ശ്ലോകങ്ങളും നമുക്ക് വായിക്കാം, എന്നിട്ട് കാണാം. 7-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഭഗവാൻ ഉവാച. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 39-തമോऽധ്യായः. ശ്രീഭഗവാനുവാച. ഭക്തിയോഗോ ബഹുവിധോ മാർഗൈർഭാമിനി ഭാവ്യത്തെ. സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യത്തെ. അഭിസന്ധായ യോ ഹിംസാം ദമ്പം മാത്സര്യമേവ വാ. സംരംഭി ഭിന്നദൃഗ്ഭാവം മയി കുര്യാത് സ താമസഃ. വിഷയാൻ അഭിസന്ധായ യശ ഐശ്വര്യമേവ വാ. അർച്ചാദൗ അർച്ചയേദ്യോ മാം പൃഥഗ്ഭാവഃ സ രാജസഃ. കർമ്മനിർഹാരമുദ്ദിശ്യ പരസ്മിൻ വാ തദർപ്പണം. യജേത് യഷ്ടവ്യമിതി വാ പൃഥഗ്ഭാവഃ സ സാത്വികഃ. മദ്ഗുണശ്രുതിമാത്രേണ മയി സർവഗുഹാശയേ. മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംബസോംബുദൗ. ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം. അഹൈതുക്യവ്യവഹിതായാ ഭക്തിഃ പുരുഷോത്തമേ. സാലോക്യ സാർഷ്ടി സാമീപ്യ സാരൂപ്യൈകത്വമപ്യുത. ദീയമാനം ന ഗൃഹ്ണന്തി വിനാ മത്സേവനം ജനാഃ. സ ഏവ ഭക്തിയോഗാഖ്യഃ ആത്യന്തിക ഉദാഹൃതഃ. യേനാതിവ്രജ്യ ത്രിഗുണം മദ്ഭാവായോപപദ്യത്തെ. നിഷേവിതേനാനിമിത്തേന സ്വധർമ്മേണ മഹീയസ. ക്രിയായോഗേന ശസ്തേന നാദിഹിംസ്രേണ നിത്യശഃ. മദ്ദിഷ്ണ്യദർശനസ്പർശപൂജാസ്തുത്യഭിവന്ദനൈഃ. ഭൂതേഷു മദ്ഭാവനയാ സത്വേനാസംഗമേന ച. മഹതാം ബഹുമാനേന ദീനാനാമനുകമ്പയാ. മൈത്ര്യാ ചൈവാത്മതുല്യേഷു യമേന നിയമേന ച. ആധ്യാത്മികാനുശ്രവണാത് നാമ സങ്കീർത്തനാച്ഛ മേ. ആർജവേനാര്യസംഗേന നിരഹംക്രിയയാ തഥാ. മദ്ധർമ്മണോ ഗുണൈരേതൈഃ പരിസംശുദ്ധ ആശയഃ.
പുരുഷസ്യാഞ്ജസാഭ്യേതി ശ്രുതമാത്രഗുണം ഹിമാം യഥാ വാദരതോ ഘ്രാണം ആവൃങ്ക്തേ ഗന്ധ ആശയാത് ഏവം യോഗരതം ചേതഃ ആത്മാനം അവികാര്യത അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സദാ തമവജ്ഞായ മാം മർത്യഃ കുരുതേ അർച്ചാവിഡംബനം യോ മാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഃ ദ്വിഷദഃ പരകായേ മാം മാനിനോ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തിം മൃച്ഛതി അഹം ഉച്ഛാവചൈർദ്രവ്യൈഃ ക്രിയയാ ഉൽപ്പന്നയാ നഘേ നൈവ തുഷ്യേ അർച്ചിതോ അർച്ചായാം ഭൂതഗ്രാമാവമാനിനഃ അർച്ചാദൗ അർച്ചയേ താവത് ഈശ്വരം മാം സ്വകർമ്മകൃത് യാവന്ന വേദ സ്വഹൃദി സർവഭൂതേഷ്വസ്ഥിതം ആത്മനശ്ച പരസ്യാപി യഃ കരോത്യന്തരോദരം തസ്യ ഭിന്നദൃശോ മൃത്യുഃ വിദധേ ഭയമുൽബണം അധമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യാം മൈത്ര്യാ ഭിന്നേന ചക്ഷുഷാ ജീവാ ശ്രേഷ്ഠാ ഹ്യജീവാനാം തതഃ പ്രാണഭൃതശുഭേ തതഃ സചിത്താ പ്രവരാഃ തതശ്ച ഇന്ദ്രിയവൃത്തയഃ തത്രാപി സ്പർശവേദിഭ്യഃ പ്രവരാ രസവേദിനഃ തേഭ്യോ ഗന്ധവിദഃ ശ്രേഷ്ഠാഃ തതഃ ശബ്ദവിദോ വരാഃ രൂപഭേദവിദസ്തത്ര തതശ്ച ഉഭയതോ തതഃ തേഷാം ബഹുപദാ ശ്രേഷ്ഠാഃ ചതുഷ്പാദസ്തതോ ദ്വിപാദ് തതോ വർണ്ണാശ്ച ചത്വാരഃ തേഷാം ബ്രാഹ്മണ ഉത്തമഃ ബ്രാഹ്മണേഷ്വപി വേദജ്ഞോ ഹ്യർത്ഥജ്ഞോऽഭ്യധികസ്തതഃ അർത്ഥജ്ഞാത് സംശയച്ഛേത്താ തതശ്രേയാൻ സ്വകർമ്മകൃത് മുക്തസംഗസ്തതോ ഭൂയാൻ അധോഗ്ധാ ധർമ്മമാത്മനഃ തസ്മാൻ മയ്യർപ്പിതാ ശേഷക്രിയാർത്ഥാത്മാ നിരന്തരഃ മയ്യർപ്പിതാത്മനഃ പുംസോ മയി സന്യസ്തകർമ്മണഃ ന പശ്യാമി പരം ഭൂതം അകർത്തുഃ സമദർശനാത് മനസൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി ഭക്തിയോഗശ്ച യോഗശ്ച മയാ മാനവ്യുദീരിതഃ യയോരേകതരേണൈവ പുരുഷഃ പുരുഷം വ്രജേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ. നാരായണ. ദേവഹൂതി ദേവി ഒരു 3 ചോദ്യങ്ങൾ പ്രധാനമായി ചോദിച്ചു. ഭക്തിയോഗത്തിൻ്റെ ലക്ഷണം, പിന്നെ കാലത്തിൻ്റെ പ്രഭാവം, സംസാരഗതി, ജീവൻ്റെ സംസാരഗതി. കാലപ്രഭാവവും ജീവൻ്റെ സംസാരഗതിയും അറിയുന്നത് വൈരാഗ്യം വർദ്ധിക്കാനും, ഭക്തിയോഗം അതിൻ്റെ ലക്ഷണങ്ങൾ അറിയുന്നത് ഭക്തി വർദ്ധിക്കാനും തന്നെയാണ്, ഭക്തിയെ വളർത്താനും. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഭഗവാൻ ആദ്യം ഭക്തിയുടെ വിവിധ ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. പല തരത്തിലുള്ളതായിട്ടുള്ള ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഭക്തിയുടെ ഭേദഭാവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് താമസം, രാജസം, സാത്വികം എന്നിങ്ങനെ 3 തരത്തിലെ ഭക്തിയെ 8, 9, 10 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞ് 11 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ നിർഗുണ ഭക്തിയുടെ ലക്ഷണത്തെ വർണ്ണിച്ചു. ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് സർവഗുഹാശയനായ ഭഗവാനിൽ അവിഛിന്നമായ ചിത്തവൃത്തികളുടെ പ്രവാഹമാണ്. സമുദ്രത്തിലേക്ക് ഗംഗാപ്രവാഹം ഒഴുകുന്നത് പോലെ ഉള്ള നിരന്തരമായ പ്രവാഹത്തെയാണ്
നിർഗുണസ്യ ഭക്തിയോഗസ്യ ലക്ഷണം എന്ന് ഉദാഹൃതം. കാരണമില്ലാത്ത, ഭേദഭാവനയില്ലാത്തതായിട്ടുള്ള ഭക്തിയാണ് ഈ ഭക്തി. ഒന്നിനും വേണ്ടിയല്ല ഭഗവാനെ ഭജിക്കുന്നത്, ഭഗവാനിൽ ഭേദഭാവനയും ഇല്ല. അങ്ങനെയുള്ള ഭക്തന്മാർ ഭഗവാനിൽ നിന്ന് മുക്തി പോലും ആഗ്രഹിക്കുന്നില്ല. സാലോക്യം, സാർഷ്ടി, സാമീപ്യം, സാരൂപ്യം, ഏകത്വം മുതലായ മുക്തി പോലും ഭഗവാൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും വേണ്ട, ഭഗവാനെ സേവിച്ചാൽ മതി. മത് സേവനം വിന, എൻ്റെ സേവനമല്ലാതെ ഈ ഉയർന്ന ഭക്തിയുള്ളവർക്ക് എന്നിൽ നിന്ന് മുക്തി പോലും അവർ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് വാസ്തവത്തിൽ ശ്രേഷ്ഠമായ ആത്യന്തികമായ ഭക്തിയോഗം. ഈ ഭക്തിയോഗം ശീലിക്കുന്നവർ ത്രിഗുണം അതിവ്രജ്യ മദ്ഭാവായ ഉപപദ്യത്തെ, ത്രിഗുണങ്ങളെ അതിക്രമിച്ചുകൊണ്ട് എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ആ എന്താ പറയുക, നിർഗുണമായ ഭക്തി ഉണ്ടാവാൻ വേണ്ടി നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏതൊക്കെ സാധനകൾ ചെയ്യാൻ പറ്റുമോ, ഭക്തി സാധനകൾ, അതെല്ലാം പറ്റുന്നത് പോലെയൊക്കെ ചെയ്ത് ഇപ്പോഴുള്ള നമ്മുടെ രാജസ, താമസ, സാത്വിക തലങ്ങളിൽ നിന്ന് ഉയർന്ന് നിർഗുണ തലത്തിലേക്ക് ഉയരണം. അതിനു വേണ്ടിയിട്ടാണ് 15 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ഭക്തി സാധനകളെ വർണ്ണിച്ചത്. സ്വധർമാനുഷ്ഠാനം ഏറ്റവും മുഖ്യമായി എടുത്തു പറഞ്ഞു. അനിമിത്തേന സ്വധർമ്മേണ, യാതൊരു പ്രതീക്ഷയും കൂടാതെ, യാതൊരു കണക്കുകൂട്ടലുകളുമില്ലാതെ തൻ്റെ ധർമ്മമാണിത്, കർത്തവ്യമാണ് എന്ന് കരുതിക്കൊണ്ട് സ്വധർമ്മത്തെ സേവിക്കുന്നു. നല്ല രീതിയിൽ സ്വന്തം കഴിവിനനുസരിച്ച് സ്വധർമ്മം അനുഷ്ഠിക്കുന്നു. അതുപോലെ ശ്രേഷ്ഠമായ പൂജാവിധികളെല്ലാം ചെയ്യുന്നു. ന അതിഹിംസ്രേണ എന്നല്ലേ പറഞ്ഞപ്പോൾ ഒട്ടും ഹിംസയില്ലാത്ത രീതിയിലുള്ള പൂജാവിധികൾ എന്ന് പറഞ്ഞു. പരമാവധി പ്രകൃതിയോട് ഒരു ദോഷവും ചെയ്യാത്ത രീതിയിലുള്ള പൂജാവിധികളാണ് ഉത്തമം, അല്ലേ? ഇന്നലെ ഇപ്പോൾ പൂക്കളെ പറിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മൾ ലാഭം നോക്കിയിട്ടിന്ന് പല സാധനങ്ങളും വില കുറഞ്ഞത് നോക്കി വാങ്ങിക്കും. അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ട് എണ്ണ കിട്ടാനുണ്ട്. ഇത് എവിടുന്ന് വിളക്കിനെ പിഴിഞ്ഞുണ്ടാക്കിയതാണോ ഈ എണ്ണ അറിയില്ല. വിളക്കെണ്ണ പുതിയൊരു എണ്ണ കണ്ടുപിടിച്ചതാണ് അടുത്ത കാലത്ത്. എണ്ണയുടെ സ്രോതസ്സിന്റെ പേരിലാണ് അതറിയപ്പെടുന്നിരുന്നത്, അല്ലേ? നാളികേരത്തിൽ നിന്ന് എടുക്കുന്നതിനെ വെളിച്ചെണ്ണ എന്ന് നമ്മൾ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ തേങ്ങ എണ്ണ എന്നൊക്കെ പറയാം. എള്ളിൽ നിന്നെടുക്കുന്ന എണ്ണ എള്ളെണ്ണ, കടലയിൽ നിന്നെടുക്കുന്ന എണ്ണ കടല എണ്ണ. അങ്ങനെ ഓരോ ഏത് വസ്തുവിൽ നിന്നാണോ എണ്ണ എടുക്കുന്നത് അതിൻ്റെ സൂചന ഉണ്ടായിരുന്നു. സോയാബീനോ പാം ഓയിലോ ഏതെണ്ണയാണെങ്കിലും അതിൻ്റെ പേര് സൂചിപ്പിച്ചിരുന്നു. ഈവൻ നൗ തവിടിൽ നിന്ന്, ഉമിയിൽ നിന്നൊക്കെ എണ്ണ എടുക്കുന്നുണ്ട്, അല്ലേ? അതും നല്ല തന്നെയാണ്. അതും അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അത് ഉപയോഗപ്പെടുത്തി. അതിൽ ദോഷമൊന്നും ഇല്ല, ഒറിജിനൽ ആണെങ്കിൽ. അതിൽ വേറെന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിൽ, ഏതാണെങ്കിലും കൃത്രിമമായിട്ടുള്ള എന്തെങ്കിലും പ്രകൃതിയിൽ നിന്ന് ലഭിച്ചതല്ലാത്ത പെട്രോളിയം പ്രോഡക്ട്സോ അതുപോലെയുള്ളതൊക്കെ കൂട്ടിയാൽ അത് നശിച്ചു. ഒറിജിനലായിട്ട് പ്രകൃതിയിൽ നിന്ന് വെജിറ്റബിൾ എന്താ പറയുക, അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ളതൊക്കെ നല്ല തന്നെയാണ് എണ്ണയ്ക്ക്. പെട്രോളിയം എണ്ണ പാചകത്തിനുള്ളതല്ല. അപ്പോൾ ആ പ്രോഡക്ട്സ് ഒന്നും ഇതിൽ കൂട്ടരുത്. അതുപോലെ ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് വരുന്ന സാധനം
ഹോട്ടലുകളിൽ, വലിയ വലിയ ഹോട്ടലുകളിൽ പലതും വറുത്ത് പല പ്രാവശ്യം വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വറുക്കാൻ കൊള്ളില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഹോട്ടലിൻ്റെ സ്റ്റാൻഡേർഡ് പോവും. അങ്ങനെയുള്ള ഹോട്ടലുകൾ എന്ത് ചെയ്യും, ആ എണ്ണയെ 1, 2, 3 പ്രാവശ്യം വറുത്ത് കഴിഞ്ഞതായിട്ടുള്ള എണ്ണയെ പുറത്ത് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിക്കാൻ മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. വലിയ വലിയ ഹോട്ടലുകളിൽ, നല്ല ചിലവുള്ള ഹോട്ടലുകളിൽ റെഗുലറായിട്ട് ചെന്ന് ഈ പഴയ എണ്ണ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അവരതിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ നാറ്റം, മണം ഒക്കെ മാറ്റി അതിന് എന്തെങ്കിലും ഒരു ശുദ്ധീകരണ പ്രക്രിയ ചെയ്ത് അതിൽ വേറെ പുതിയ മണങ്ങളൊക്കെ ചേർത്ത്, സിന്തറ്റിക് ആയിട്ടുള്ള പല മണങ്ങളും ചേർത്ത് അതിനെ ചിലപ്പോൾ എഡിബിൾ ഓയിലായിട്ട് തന്നെ അല്ലെങ്കിൽ വിളക്കെണ്ണയായിട്ട് തന്നെ വീണ്ടും മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വൃത്തികെട്ട എണ്ണ, മത്സ്യമാംസാദികളൊക്കെ വറുത്തെടുത്ത് അതിൻ്റെ ശേഷിച്ച എണ്ണയായിരിക്കാം ഇങ്ങനെ വീണ്ടും സൈക്കിൾ ചെയ്ത് കൊണ്ടുവരുന്നത്. ആ എണ്ണകൾ നമ്മൾ ഒരിക്കലും വാങ്ങിച്ച് വീട്ടിലും വിളക്ക് കത്തിക്കരുത്, ക്ഷേത്രങ്ങളിലും കത്തിക്കരുത്, വഴിപാടുകളൊന്നും ചെയ്യരുത്. അതിനേക്കാൾ നല്ലത് ചെയ്യാതിരിക്കുന്നതാണ്. പൈസ ഇല്ലയോ ചെയ്യണ്ട, ആരും പറഞ്ഞില്ല, ആരും നിങ്ങളെ നിർബന്ധിച്ചില്ല. ഹിന്ദുധർമ്മത്തിൽ ഒന്നിനും നിർബന്ധം പറഞ്ഞില്ലല്ലോ. യഥാശക്തി എന്നേ പറഞ്ഞുള്ളൂ. യഥാശക്തി ചെയ്യുമ്പോൾ നല്ലത് ചെയ്യണം. നിങ്ങൾക്ക് കയ്യിൽ 100 രൂപയുണ്ട്, 100 രൂപയ്ക്ക് 1 ലിറ്റർ വിളക്കെണ്ണ കിട്ടും, 1/4 ലിറ്ററേ നല്ലെണ്ണ കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ 1/4 ലിറ്റർ നല്ലെണ്ണ വാങ്ങിച്ച് വിളക്ക് കൊളുത്തിയാൽ മതി. 1 ലിറ്റർ കൊളുത്തേണ്ട ആവശ്യമില്ല, 1 ലിറ്റർ വിളക്കെണ്ണ കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും മതി. ഭഗവാൻ ചോദിച്ചില്ല നിങ്ങളോട് തരൂ 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 എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കൊടുക്കുന്നതാണ്, നിങ്ങൾ സമ്മാനിക്കുന്നതാണ്. സമ്മാനിക്കുന്നത് നല്ലത് കൊടുക്കുക, പറ്റിക്കരുത്. ഭഗവാനെ പറ്റിക്കരുത്. ഭഗവാനെ പറ്റിക്കാൻ സാധിക്കൂല നമുക്ക്. സർവജ്ഞനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ നമ്മുടെ കള്ളത്തരം അറിയും. അതുകൊണ്ട് നിങ്ങൾ വിളക്കെണ്ണ കത്തിച്ചാൽ ഭഗവാൻ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അതിന് പ്രതികൂലമായിട്ടുള്ള അനുഭവവും ഉണ്ടായി എന്ന് വരും. കാരണം പ്രകൃതിയിൽ ദോഷം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹം പോയിട്ട് വിപരീത ഫലത്തിന് കാരണവുമാകും. അതുകൊണ്ട് വിളക്കെണ്ണ എന്നുള്ള സാധനം ജീവിതത്തിൽ ഇനി ഞാൻ വാങ്ങില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യണം. മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കണം. നമ്മുടെ ബന്ധുക്കള്, കുട്ടികള് ആരെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞും കൂടി കൊടുക്കണം. ആ വിളക്കെണ്ണ വാങ്ങിക്കുന്ന പൈസയ്ക്ക് കുറച്ച് നല്ലെണ്ണ അല്ലെങ്കിൽ എന്താണ് എള്ളെണ്ണയുടെ പേരാണ് നല്ലെണ്ണ എന്നുള്ളത്. ജിഞ്ചല്ലി ഓയിൽ, അല്ല സീസെയിം ഓയിൽ എന്നൊക്കെ പേരുകൾ പറയും. കടുകെണ്ണ നല്ലതാണ്, കുഴപ്പമില്ല. ഇനി നല്ലെണ്ണ വാങ്ങിക്കാൻ ഇതില്ലെങ്കിൽ അതിലും കുറഞ്ഞ വെജിറ്റബിൾ ഓയിൽസ് ഉണ്ട്. ഈ തവിടെണ്ണയൊന്നും മോശമൊന്നുമില്ല. അതുകൊണ്ട് പോലും വിളക്ക് കത്തിക്കാം. നെയ്യ് വെച്ച് കത്തിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നല്ല നെയ്യ് വാങ്ങിച്ച് കത്തിച്ചോളൂ. ആ നെയ്യിലും കൃത്രിമമുണ്ട്. ആ കൃത്രിമമുള്ള കമ്പനികളെ നമ്മൾ തിരിച്ചറിയുക. നല്ല പശുവിൻ നെയ്യ് ഇത്തിരി വില കൂടുതൽ കൊടുക്കേണ്ടി വരും. പതഞ്ജലിയിലൊക്കെ കിട്ടും. പതഞ്ജലി ഷോപ്പുകളിൽ നല്ല നെയ്യ് കിട്ടും. ചിലപ്പോൾ മറ്റ് മാർക്കറ്റിലുള്ള മിൽമയെക്കാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനത്തിനേക്കാട്ടിലോ ഒത്തിരി കൂടുതൽ വില കൊടുക്കേണ്ടി വരും. അത്രയും കുറച്ച് കത്തിച്ചാൽ മതി. നിങ്ങൾ നല്ലത് വാങ്ങിച്ച് കത്തിക്കൂ. അതുപോലെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചന്ദനത്തിരി, എണ്ണ ഇതൊക്കെ പുതിയത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പലതും പൂജയ്ക്ക് യോഗ്യമായിട്ടുള്ളത്. അതുപോലെ എൻ്റെ പരിചയത്തിൽ വേറെയും കുറച്ച് ആർഷ പ്യുവർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തു നിന്നൊരു ചെറുപ്പക്കാരൻ ചെയ്യുന്നുണ്ട്. അവരൊക്കെ വേണമെങ്കിൽ വേണ്ടത്ര സപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് മാർക്കറ്റിങ്ങിനുള്ളതായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. പരസ്യം കൊടുത്തിട്ട് പറ്റിക്കാനുള്ള കഴിവില്ല. TV പരസ്യങ്ങളും മാധ്യമ പരസ്യങ്ങളും കൊടുത്ത് ആ പരസ്യത്തിന് കുറേ കാശ് കൊടുത്ത് നമ്മളെ പറ്റിക്കാനുള്ള കഴിവ് അവർക്കില്ല. അവർക്ക് കുറച്ച് ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യാനേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് നല്ല സാധനങ്ങൾ
വിശ്വസ്തമായിട്ടുള്ള ബ്രാൻഡുകൾ വിശ്വസ്തരായിട്ടുള്ള ആളുകളിൽ നിന്ന് വാങ്ങിക്കുക. ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് വാങ്ങിക്കുക. ഈ പവിഴവും പവിത്രവും സ്വർണവും എന്നൊക്കെ നല്ലെണ്ണയ്ക്ക് പേരിട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല SDPI നേതാക്കന്മാരുടെ കമ്പനികളാണ്. പേരൊക്കെ നല്ല ഹൈന്ദവ പേരുകളാണ്. ഇന്നിപ്പോൾ എല്ലാ കച്ചവടവും അവരുടെ കയ്യിലാണ്. പക്ഷെ ഹിന്ദുക്കളും അതിൻ്റെ ഇടയിൽ ജീവിച്ചു പോകുന്നുണ്ട് ചെറിയ രീതിയിൽ. അവരെ പ്രോത്സാഹിപ്പിക്കണം. ഹൈന്ദവ കച്ചവടക്കാരെ, ബിസിനസ്സുകാരെ എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർ നിലനിന്ന് പോകണം, അല്ലെങ്കിൽ നമ്മുടെ പിടിവിട്ട് പോകുമല്ല. അപ്പോൾ RG എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നടക്കുന്ന നല്ലെണ്ണയുണ്ട്, നല്ല ഹിന്ദുക്കളുടെയാണ്. രമേശ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അതുണ്ടാക്കുന്നത്. RG നല്ലെണ്ണ. അതല്ലെങ്കിൽ ഇതയം നല്ലെണ്ണ, അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആർഷ നല്ലെണ്ണയുണ്ട്, പ്യുവർ നല്ലെണ്ണ. കാരണം വില കൂടും, യഥാർത്ഥ നല്ലെണ്ണയ്ക്ക് വില കൂടും. എന്തുകൊണ്ടെച്ചാൽ 1 ലിറ്റർ നല്ലെണ്ണ ഉണ്ടാക്കണമെങ്കിൽ 4-5 കിലോ എള്ള് വേണം. അതിനനുസരിച്ച പണിയുണ്ട്. അപ്പോൾ എള്ളിൻ്റെ വില തന്നെ 1 കിലോന് ഏകദേശം 200 രൂപയോളമുണ്ട്. അപ്പോൾ 4 കിലോ എള്ള് വേണമെങ്കിൽ 800 രൂപ വേണം. ആ 4 കിലോ എള്ളിൽ നിന്ന് വേണം 1 ലിറ്റർ എള്ളെണ്ണ കിട്ടാൻ. അപ്പോൾ 1 ലിറ്റർ എള്ളെണ്ണയ്ക്ക് ശരിക്കുള്ള എള്ളെണ്ണയാണെങ്കിൽ എന്ത് വിലയാവും? 800 രൂപയെങ്കിലും മിനിമം ആവും. ബാക്കിയുള്ള ചിലവൊക്കെ അവിടെ കിടക്കട്ടെ. ഇപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന ഈ പവിഴവും പവിത്രവും ഒക്കെ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? 1 ലിറ്റർ 300-350 ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ 800 രൂപയുടെ സാധനം എങ്ങനെ അവർക്ക് 300-നും 350-നും തരാൻ പറ്റുന്നു? അത് കൃത്രിമമാണ്. അതിൽ സെന്റ് കൃത്രിമമായിട്ടുള്ള മണം ചേർത്ത് നല്ലെണ്ണ പോലെ ആക്കുകയാണ്, എള്ളെണ്ണ പോലെ ആക്കുകയാണ്. അല്ലാതെ സാധ്യമല്ല. എത്രയോ ആളുകൾ പരീക്ഷിച്ച് നോക്കിയതാണ്. അങ്ങനെ സത്യസന്ധമായി നല്ല എള്ളുകൊണ്ടുണ്ടാക്കുന്ന എണ്ണ മാത്രമേ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കാൻ പാടൂ. നമ്മുടെ വീട്ടിലെ വിളക്ക് കൊളുത്താനും ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് കൊടുക്കാനും അഭിഷേകത്തിനും വിളക്ക് കത്തിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പാടൂ. ഈ ഒരു കാര്യത്തിൽ നല്ലൊരു നിശ്ചയം എല്ലാവർക്കും ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ കർപ്പൂരം എന്ന് പറഞ്ഞ് കിട്ടുന്നതും പലതും പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. അത് ആളിക്കത്തിയാൽ കുറെ കരിഞ്ഞ പുകയുണ്ടാവുന്നല്ലാതെ, അതുകൊണ്ട് ആ കർപ്പൂരത്തിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കാം. കുറേ ആളി കത്തിക്കാതെ ആവശ്യത്തിന് 1 അല്ലിയോ 2 അല്ലിയോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നെയ്യിൻ്റെ തിരി കൊണ്ട് കർപ്പൂരാരതിക്ക് പകരം ആരതി കാണിക്കാം. പല ക്ഷേത്രങ്ങളും അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ചന്ദനത്തിരി എന്ന് പറഞ്ഞ് കിട്ടുന്നത് പലതും കെമിക്കൽസാണ്. അതിൽ ചന്ദനവുമില്ല, ചാണകവുമില്ല. ചാണകം കൊണ്ടും ചന്ദനം കൊണ്ടുമാണ് ചന്ദനത്തിരി ഉണ്ടാക്കുക. അതല്ലാത്ത കെമിക്കൽസ് കൊണ്ടാണ് ഇപ്പോഴത്തെ പലതും ഉണ്ടാക്കുന്നത്. അത് രൂക്ഷമായിട്ടുള്ള ഗന്ധം, അത് ശ്വസിച്ചാൽ തന്നെ നമുക്ക് എല്ലാ സൂക്കടും വരും. സൈക്കിൾ ബ്രാൻഡ്, കോയാസ് ബ്രാൻഡ്, ഇതൊക്കെ മുസ്ലിങ്ങളുടെയാണ് ചന്ദനത്തിരി. കോയാസും അവർക്കൊന്നും യാതൊരു മൂല്യങ്ങളും ഇല്ല. കച്ചവടം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ജന്തുക്കൾ അവരുടെ പരസ്യത്തിൽ വീണുകൊണ്ട് അത് തന്നെ വാങ്ങിക്കുന്നു. അപ്പം നല്ലത് നോക്കി വാങ്ങിക്കാൻ, ഉത്തമമായത് നോക്കി വാങ്ങിക്കാൻ പഠിക്കുക. പൂജ ചെയ്യുമ്പോൾ ഭഗവാന് നല്ലത് കൊടുക്കണം, ക്വാളിറ്റി ഉള്ളത് കൊടുക്കണം, കലർപ്പുള്ളത് കൊടുക്കാൻ പാടുള്ളതല്ല എന്ന് നിശ്ചയിക്കണം. ആ കൂട്ടത്തിലാണ് ഞാൻ പൂ പറിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പലർക്കും അതൊരു ശങ്കയായി മാറി. അത് പേടിക്കണം. ഞാൻ 2 വേർഷനും പറഞ്ഞല്ലോ. നിങ്ങൾക്ക് പൂ കൊണ്ട് പൂജിക്കണമെന്നുള്ള തോന്നൽ ഉള്ളതുവരെ പൂജിക്കേണ്ടതാണ്. അങ്ങനെ കുറെ കാലം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി വരിക. ആ പൂവിനോടൊരു താതാത്മ്യം ഉണ്ടാവുകയും അതിനോടൊരു കൂടുതൽ സ്നേഹമുണ്ടാവുകയും അതിനെ വേദനിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ആദ്യമേ കയറി ഇതുവരെ പൂവെ എടുത്ത് പൂജിക്കാത്തവരോട് പൂക്കൾ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞില്ല. എത്ര വിസ്തരിച്ച് ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു. വരയിട്ട പുസ്തകത്തിൽ എഴുതി അവസാനം വരയിടാത്ത പുസ്തകത്തിൽ എഴുതുന്നു എന്നുള്ള മാഷിയുടെ ഉദാഹരണം അടക്കം നമ്മൾ പറഞ്ഞു. ആദ്യം പൂക്കളെ കൊണ്ട് പൂജിച്ച് പാകത വന്നു കഴിഞ്ഞാൽ പിന്നെ മാനസ പൂജ ചെയ്യാം. അപ്പൊ അതിലൊന്നും സംശയം വേണ്ട ആവശ്യമില്ല. അത്രയും വിശദമായിട്ടാണ് പറഞ്ഞത്. പിന്നെയും
പലർക്കും അതിൽ സംശയം, സ്വാമി എന്തോ തെറ്റായത് പറഞ്ഞോ എന്നുള്ള രീതിയിൽ അവർക്ക് വല്ലാത്ത വേദനിച്ച പോലെ. എല്ലാ തലങ്ങളും അറിഞ്ഞിരിക്കണം നമ്മൾ. അപ്പോഴേ നമ്മൾ എത്രത്തോളം ആയി പാകമായി നമ്മൾ പൂക്കൾ ഉപേക്ഷിക്കാറായോ എന്ന് അവനവൻ തിരിച്ചറിയണം. ആരും നിങ്ങളുടെ കൈ പിടിക്കില്ല. നിങ്ങൾ പൂ പറിച്ചാൽ പൂ പറിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ നിങ്ങൾ പറിച്ചാൽ ആരും തടയാൻ വരില്ല. ഭഗവാൻ പോലും തടയാൻ വരില്ല. അന്യന്റെ വീട്ടിൽ മതിലിയാടിപ്പോയി പൂ പറിച്ചാലേ അവർ പിടിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ നായ കടിക്കുള്ളൂ. അല്ലെങ്കിൽ വഴിയിൽ നിൽക്കുന്ന പൂക്കളോ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കളോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പറിക്കാം. വഴിയിൽ നിൽക്കുന്ന പൂക്കളും ഇപ്പോൾ പറിക്കാൻ പറ്റില്ല. കാരണം NH-ലൊക്കെ നടുവിൽ ഡിവൈഡറിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ച് പൂക്കൾ ഇതുണ്ട്. അതൊരു കൃഷിയാണ്, അതൊരു കോൺട്രാക്റ്റാണ്. അത് വെച്ച് പിടിപ്പിക്കുന്നതും നനയ്ക്കുന്നതും ഒക്കെ അവർ കാശ് ചെലവാക്കിയിട്ടാണ്. അവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടണം. അതിനുവേണ്ടി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവർ വെയിലത്തും വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പോയിട്ട് നമ്മൾ പറിക്കാൻ പറ്റില്ല. വഴിയിൽ നിൽക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അത് കോൺട്രാക്ട് കൊടുത്തിരിക്കുക PWD അല്ലെങ്കിൽ NH ഡിപ്പാർട്ട്മെന്റ്. അത് നമ്മൾ പോയി പറിച്ചാൽ നമ്മളെ കൈയോടെ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് പറിക്കാം. അത് വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ എപ്പോഴാണോ നിങ്ങൾക്ക് സ്വയം വളർച്ച എത്തുന്നത്, ഓരോരുത്തരുടെ ഉള്ളിലും ആ വളർച്ച പൂവിനോടുള്ള താദാത്മ്യമായി സ്നേഹമായി ആ പൂവിൻ്റെ വേദന തിരിച്ചറിയാറാവും. ആ തിരിച്ചറിയാറാവല് ഒരു വളർച്ചയാണ്. അപ്പോഴാണ് അത് കുറച്ച് കുറച്ച് കൊണ്ടുവരിക. ഭഗവാന് മാനസ പൂജ ചെയ്യുന്നതാണ് ഇഷ്ടം, പ്രത്യക്ഷമായി പൂക്കളെ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ എന്നുള്ള തിരിച്ചറിവ് അപ്പുണ്ടാവും. അതുവരേക്ക് പൂക്കളെ കൊണ്ട് തന്നെ പൂജിച്ചോളൂ. ആരും വേണ്ട എന്ന് പറഞ്ഞില്ല. പൂജിക്കണം, പൂക്കളെ കൊണ്ട് തന്നെ പൂജിക്കണം, പൂജിക്കാതിരിക്കരുത്. പറഞ്ഞു വന്നത് നാദിഹിംസ്രേണ എന്നുള്ള പ്രയോഗം. മറ്റ് ജന്തുക്കളെ ഹിംസിക്കുന്ന കാര്യം പറയുകയും വേണ്ട. ആടറുത്തും മാടറുത്തും കോഴിയറുത്തും എന്ന് പറഞ്ഞ മാതിരിയുള്ള പൂജകളൊന്നും ഇവിടെ സാത്വികമായിട്ടുള്ള കാര്യത്തിൽ പെടുകയേ ഇല്ല. അതൊക്കെ പ്രാകൃതന്മാർക്കുള്ളതാണ്. അവർ ചെയ്തോട്ടെ, അത് തെറ്റെന്ന് പറയുന്നില്ല. നമ്മളാരും അനുവദിച്ചിട്ടുള്ളതാണ്. ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ച് ഈശ്വര ആരാധന ചെയ്യാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് പൂജിച്ചോട്ടെ. അവർക്കും വകതിരിവുണ്ടായി, സെൻസിറ്റിവിറ്റി ഉണ്ടായി, ഇത് തെറ്റാണെന്ന് തോന്നി തുടങ്ങിയാലോ അവർക്ക് അതിൽ നിന്ന് ഉയരാം, അത് ഉപേക്ഷിക്കാം. അതുകൊണ്ട് ഒരു ഈശ്വരനും പണങ്ങില്ല. പല കുടുംബങ്ങളിലും വാർഷികമായിട്ട് പൂജ നടത്തുന്ന പരിപാടികളുണ്ട്. അപ്പം അവിടെ ഉത്തമത്തിലുള്ള പൂജകളുണ്ട്. ഇതുപോലെയുള്ള അധമം എന്ന് പറയില്ല അതിനെ, സാത്വികം, താമസം എന്ന് പറയാം. ആ താമസത്തിലുള്ള പൂജകളും ഉണ്ട്. ഈ കോഴിയും ആടും ഒക്കെ അറുത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യത്തെ ദിവസം ഉത്തമ പൂജകളായിരിക്കും. അന്ന് ആരും ഉണ്ടാവില്ല. അവസാന ദിവസമായിരിക്കും ഈ ആടറുത്തും കോഴിയറുത്തും ഒക്കെ ഉള്ള പൂജ. അന്ന് നല്ല തിരക്കായിരിക്കും. അത് ഭക്തി കൊണ്ടാണോ? ചിന്തിക്കുക. അത് ഭക്തിയൊന്നുമല്ല, അത് ഇതൊക്കെ തിന്നാൻ വേണ്ടിയുള്ള ആളുകളുടെ തിരക്കാണ്. എന്താ ചെയ്യുക, അവർ ആ തലത്തിൽ എത്തിയിട്ടുള്ളൂ. അവരെ അവരുടെ പാട്ടിന് വിടുക. അവരും വളരണം. എന്തായാലും പൂജയിൽ പങ്കെടുത്തു എന്നവർക്ക് പറയാം. പക്ഷെ എന്നിട്ട് അതിലൊരു ഹിംസയിലാണ് പങ്കെടുത്തത്. അവർ വരും, ആളുകളുടെ എണ്ണം കൂടും എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അറുക്കുന്ന മൃഗങ്ങളുടെ എണ്ണം കൂടും, ഹിംസ കൂടും.
വാസ്തവത്തിൽ അതൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ഒരു പേരിനൊരു ചടങ്ങ് ചെയ്തിട്ട് പ്രസാദം പോലെ തിരിച്ച കൊടുക്കാനേ പാടുള്ളൂ, അല്ലാതെ വെട്ടി വിഴുങ്ങാൻ വേണ്ടിയിട്ടുള്ളതല്ല. പണ്ട് യാഗങ്ങളിലും യജ്ഞങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള ഹിംസകൾ അനുവദിച്ചിരുന്നത് അതിൻ്റെ അല്പം പ്രസാദം പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോമപാനവും അതുപോലെ ജന്തുഹിംസയുമൊക്കെ പല ബലികളിലൊക്കെ അനുവദിച്ചിരുന്നത് പ്രസാദം പോലെ അല്പം മാത്രം കൊടുക്കാനാണ്. എന്നിട്ട് ആ ഹിംസ ചിന്തയെ തന്നെ അവരെ കൊണ്ട് ഉപേക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇത്രയും പ്രസാദം കഴിക്കണമെങ്കിൽ ഇത്രയും അധ്വാനിക്കണം, ഇത്രയും വലിയൊരു യജ്ഞം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ വേണ്ട, നമുക്ക് ഇത്തിരി തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ യജ്ഞം, ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട, സാത്വികമായിട്ടുള്ള യജ്ഞം ചെയ്യാം എന്ന് അവരുടെ മനസ്സിൽ ഉണ്ടാവണം. അങ്ങനെ അവർ വളരണം. ഓരോരുത്തരും പ്രാകൃതമായ ആരാധനകളിൽ നിന്ന് കുറെ കൂടി സംസ്കൃതമായിരിക്കുന്ന സാത്വികമായിരിക്കുന്ന ആരാധനകളിലേക്ക് വളരേണ്ടതാണ്. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും എന്നും പ്രാകൃതരായി ജന്തുക്കളെ പോലെ ഉള്ളവരായിട്ട് ഇരിക്കാനല്ല. പടിപടിയായിട്ട് ഉയരണം. മനുഷ്യൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്ന ഗുണം വർദ്ധിച്ച് വർദ്ധിച്ച് വരണം. എന്നും പ്രാകൃതരായി ഇരിക്കാനല്ല. അപ്പോൾ അത് തിരിച്ചറിയുക. നാദിഹിംസ്രേണ നിത്യശഃ. പിന്നെ ഭഗവാന്റെ സ്ഥാനങ്ങൾ, വിഗ്രഹങ്ങൾ ഇതെല്ലാം ദർശനം ചെയ്യുക, സ്പർശനം ചെയ്യുക, പൂജ ചെയ്യുക, സ്തുതി, അഭിവാദനം ഇത്യാദികളും. ഭൂതേഷു മദ്ഭാവനയാ, എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ബുദ്ധിയോടുകൂടിയും സത്വേന അസംഗമേന ച, അസംഗമേന സത്വേന, ഒന്നിനോടും സംഘമില്ലാത്ത അന്ധകരണത്തോടെയും മഹതാം ബഹുമാനേന ദീനാനാം അനുകമ്പയാ, മഹാജനങ്ങളെ സജ്ജനങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ദീനന്മാരോട് അനുകമ്പ വിചാരിച്ചുകൊണ്ടും ആത്മതുല്യേഷു മൈത്രിയ, തനിക്ക് തുല്യന്മാരായിട്ടുള്ളവരോട് മൈത്രീഭാവവും യമനിയമങ്ങൾ പാലിച്ചുകൊണ്ടും ആധ്യാത്മിക അനുശ്രവണാത് നാമസങ്കീർത്തനാച്ചമേ ആർജവേന ആര്യസംഗേന നിരഹംക്രിയയാ തഥാ. ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നിരന്തരം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ നാമസങ്കീർത്തനാദികൾ നിരന്തരം ചെയ്തുകൊണ്ടും ഋജുത്വം, സത്യസന്ധത, നേരെ വാ നേരെ പോ എന്നുള്ളതായിട്ടുള്ള ജീവിതശൈലിയും ആര്യസംഘം, ശ്രേഷ്ഠന്മാരുമായിട്ടുള്ള സത്സംഗവും നിരഹംക്രിയയ, അഹങ്കാരരഹിതമായിട്ടുള്ള ഭാവത്തോടെയും ദേഹാദികളിൽ അഭിമാനമില്ലാതെയും അങ്ങനെയുള്ള മദ്ധർമ്മിണഃ, എൻ്റെ ധർമ്മങ്ങളെ ആചരിക്കുന്നവരായിട്ട് ഏതൈഹി ഗുണൈഹി പരിസംശുദ്ധ ആശയഃ, ഈ പറഞ്ഞ അഭ്യാസങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവൻ്റെ ആശയം അഥവാ അന്ധക്കരണം പരിശുദ്ധമായി തീരുന്നു. അങ്ങനെയുള്ള പുരുഷസ്യ അഞ്ജസാ അഭ്യേതി ശ്രുതമാത്ര ഗുണം ഹിമ. ഇത്രയും കാലം ശ്രുതമാത്ര ഗുണം മാം, കേട്ടുമാത്രം പരിചയമുള്ളവനായ എന്നെ അവർ അഞ്ജസാ അഭ്യേതി, വളരെ വേഗത്തിൽ പ്രാപിക്കാൻ കഴിയുന്നു, നേരിൽ എന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു. എപ്രകാരമാണോ വായുവാകുന്ന വാഹനത്താൽ ഒരു പുഷ്പത്തിൽ നിന്നും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള ഗന്ധം നമ്മുടെ ഘ്രാണത്തിലേക്ക് പ്രാപിക്കുന്നത്, അതുപോലെ യോഗത്തിൽ രമിക്കുന്നവരുടെ ചേതസ് ആത്മാവിനെ പ്രാപിക്കുന്നു. അവികാരിയായ ചേതസ് ആത്മാവിനെ പ്രാപിക്കുന്നു. ഓരോന്നിന് ഗന്ധത്തെ വഹിക്കാൻ വായു വേണം. അതുപോലെ ഇവിടെ യോഗരഥമായ അവികാരിയായ ചേതസ്സാണ് ആത്മാവിനെ പ്രാപിപ്പിക്കുന്നത്. ഗന്ധം പൂവിലിരുന്നാൽ തന്നെ നമ്മുടെ മൂക്കിലേക്ക് എത്തുകയില്ല. അതിന് ഇടയിലൊരു വാഹനം വേണം, അതാണ് വായു, ഗന്ധവാഹകൻ. അതുപോലെ ഇവിടെ നമുക്ക് സുലഭമായിട്ട് ആത്മസ്വരൂപം ലഭ്യമാണെങ്കിൽ പോലും അത് നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല, അറിയുന്നില്ല. അതിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ കലുഷിതമായ മനസ്സാണ്. ആ കലുഷിതമായ മനസ്സ് യോഗരഥവും അവികാരിയുമായി മാറുമ്പോൾ ആത്മാവിനെ പ്രാപിക്കാം. ആത്മാനം ആവൃത്തെ, ആവൃത്തെ ഇവിടെ പ്രാപിക്കുന്നു എന്നർത്ഥത്തിലാണ്.
അപ്പോൾ അന്ധക്കരണ ശുദ്ധി വന്നാൽ മാത്രമേ സ്വതസിദ്ധമായിട്ടുള്ള വസ്തുവാണെങ്കിലും ആത്മാവിനെ പ്രാപിക്കാൻ കഴിയുള്ളൂ. ശുദ്ധമല്ലാത്ത അന്ധക്കരണം ഇതിന് തടസ്സമായി വർത്തിക്കുന്നു. അപ്പോൾ തടസ്സം നീങ്ങിയാലേ വസ്തു കാണാൻ പറ്റുള്ളൂ. എത്ര തന്നെ അടുത്ത് നിൽക്കുന്ന വസ്തുവാണെങ്കിലും അതിൻ്റെ ഇടയിൽ വലിയൊരു മറയുണ്ടെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് കാണില്ല. നമ്മുടെ ഈ ചുമരിൻ്റെ അപ്പുറത്ത് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ കാരണം? ചുമര് നടുവിലുള്ളത് കൊണ്ട്. അപ്പോൾ അപ്പുറത്തുള്ളത് കാണണമെങ്കിൽ ചുമര് നീങ്ങണം, മറയില്ലാതിരിക്കണം. അതുപോലെ ആത്മസ്വരൂപം എന്താ പറയുക, മലിനമായ അന്ധക്കരണം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ മലിനമായ അന്ധക്കരണം ശുദ്ധമായി, സ്വച്ഛമായി, ചലനമില്ലാത്തതായി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സാധനകളെല്ലാം. ഇതുവരെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇനി തുടർന്ന് കാണാം. ഭക്തിയുടെ കൂടുതൽ ആശയങ്ങളെ നമുക്ക് വിശദമാക്കി തരുന്നു. എന്തിനാ? നമുക്കറിയാൻ വേണ്ടി തന്നെ നമ്മളുടെ ഇപ്പോഴുള്ള ഭക്തി ഏത് ലെവലാണ്, എത്രത്തോളം നമ്മൾ പോകുന്ന വഴി ശരിയാണ്, അല്ലെങ്കിൽ എത്ര മാറ്റം വരുത്തണം നമ്മുടെ സമീപനത്തിൽ, എന്താണ് ശരിയായ ഭക്തിയുടെ സ്വരൂപം, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അമ്മയ്ക്കിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് നോക്കാം. നാരായണ. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സതാ തമവജ്ഞായ മാം മർത്യഃ കുരുതേർച്ചാവിഡംബനം. ഭഗവാൻ തുടരുകയാണ്. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിതഃ സദാ തം അവജ്ഞായ മാം മർത്യഃ കുരുതേ അർച്ചാവിഡംബനം. അർച്ചാവിഡംബനം, വിഡംബനം എന്ന് പറഞ്ഞാൽ നാട്യം, കാപട്യം, വഞ്ചന, വേഷം കെട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അർച്ചാവിഡംബനം, പൂജയെന്ന അഭിനയം ചെയ്യുന്നു, നാട്യം ചെയ്യുന്നു, വേഷം കെട്ട് കാണിക്കുന്നു. ഭഗവാൻ പരിഹസിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ പൂജയെന്ന നാട്യം കാണിക്കുന്നത്? ഞാൻ ആരാണ്? ഞാൻ അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ സദാ അവസ്ഥിതഃ. ഞാൻ എല്ലാ ഭൂതങ്ങളിലും അവരുടെ ആത്മാവായി സദാ അവസ്ഥിതഃ, എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നവനാകുന്നു. സർവചരാചരങ്ങളിലും സർവദാ വ്യാപിച്ചിരിക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള തം അവജ്ഞായ മാം, തം മാം അവജ്ഞായ, ആ എന്നെ അവഗണിച്ചുകൊണ്ട്, അവജ്ഞായ അവഗണിച്ചുകൊണ്ട്, മർത്യഃ മനുഷ്യൻ, പ്രാകൃതനായ മനുഷ്യൻ, കുരുതേ അർച്ചാവിഡംബനം, അർച്ചാവിഡംബനം കുരുതേ, അർച്ച എന്ന പൂജ എന്ന നാട്യത്തെ ചെയ്യുന്നു. ഒരു വേഷം കെട്ട് മാത്രമാണ്. അപ്പോൾ വിഗ്രഹാരാധന ചെയ്യുമ്പോൾ അതിൻ്റെ പൊരുൾ അറിഞ്ഞു വേണം നമ്മൾ വിഗ്രഹാരാധന ചെയ്യാൻ, അല്ലെങ്കിലാണ് ഈ പറഞ്ഞ നാട്യമായി മാറുന്നത്. വിഗ്രഹാരാധനയുടെ തത്വം അറിഞ്ഞിരിക്കണം. വാസ്തവത്തിൽ ഈശ്വരൻ ആരാണ്? ചിന്മയനും അദ്വിതീയനും നിഷ്കളനും അശരീരിയുമാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരനെ നമുക്ക് ഉപാസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്വിതീയനും നിഷ്കളനും അശരീരിയുമായ ഈശ്വരനെ നമ്മൾക്ക് എങ്ങനെ ആരാധിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണു? സർവവ്യാപകനായ ഈശ്വരനെ, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരനെ എൻ്റെ ഉപാസനയ്ക്കായിക്കൊണ്ട് ഞാൻ ഏതെങ്കിലും പ്രതീകങ്ങളിൽ, പ്രതിമകളിൽ സങ്കൽപ്പിക്കുന്നു, ആവഹിക്കുന്നു, എന്നിട്ട് പൂജിക്കുന്നു.
പൂജാവിധിയുടെ ശാസ്ത്രങ്ങൾ, തന്ത്രശാസ്ത്രങ്ങളൊക്കെ ആരംഭിക്കുന്നത് തന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. പൂജ പഠിപ്പിക്കുന്നത്, തുടങ്ങുന്നത് ഇത് പറഞ്ഞിട്ടാണ്. ചിന്മയസ്യ അദ്വിതീയസ്യ നിഷ്കളസ്യ ശരീരിണഃ ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന. ബ്രഹ്മണഃ രൂപകൽപ്പന. ബ്രഹ്മത്തിന്, ആ ബ്രഹ്മത്തിനെ വിശേഷിപ്പിച്ചതാണ് ആദ്യത്തെ 4 പദങ്ങൾ. ചിന്മയസ്യ അദ്വിതീയസ്യ നിഷ്കലസ്യ അശരീരിണഃ ബ്രഹ്മണഃ. ബോധസ്വരൂപനായ, ചിന്മയൻ എന്നാൽ ചൈതന്യസ്വരൂപനായ, ബോധസ്വരൂപനായ, പ്രജ്ഞാനം ബ്രഹ്മ. കോൺഷ്യസ്നസ് ഈസ് ബ്രഹ്മൻ. ബോധസ്വരൂപനാണ് ഭഗവാൻ. സർവചരാചരങ്ങളിലും ബോധമായി വ്യാപിച്ചിരിക്കുന്നവനാണ്. അദ്വിതീയനാണ്, രണ്ടില്ലാത്തവനാണ് ബ്രഹ്മം. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. നിഷ്കളസ്യ, നിഷ്കലൻ എന്നാൽ കലകളില്ലാത്തവൻ, അവയവങ്ങളില്ലാത്തവൻ, പരിപൂർണൻ. എവിടുന്ന് തുടങ്ങി എവിടുന്ന് അവസാനിക്കുന്നു എന്ന് അവയവങ്ങളെ പിടിച്ച് എണ്ണാൻ പറ്റില്ല. പാർട്ടായിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്നവനല്ല ഈശ്വരൻ. കലകളോട് കൂടിയവനല്ല, പൂർണ്ണനാണ്. നിഷ്കലസ്യ അശരീരിണഃ. ശരീരമില്ലാത്തവൻ. ശരീരം പരിമിതപ്പെടുത്തുന്നതാണ്, നശിച്ചു പോകുന്നതുമാണ്. അങ്ങനെ പരിമിതപ്പെടുത്തുന്നതും നശിച്ചു പോകുന്നതുമായിട്ടുള്ള ശരീരം ഇല്ലാത്തവനാണ് ബ്രഹ്മം. അങ്ങനെയുള്ള ബ്രഹ്മണഃ രൂപകൽപ്പന. കിമർത്ഥം? എന്തിനാ പിന്നെ അങ്ങനെയുള്ള ബ്രഹ്മത്തിന് രൂപകൽപ്പന ചെയ്തത്? ഉപാസകാനാം കാര്യാർത്ഥം, ഉപാസകന്മാരുടെ പ്രയോജനത്തിന് വേണ്ടി എന്ന് തന്ത്രശാസ്ത്രം ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറയണം. അപ്പൊ നമുക്ക് ആ നിർഗുണനും നിരാകാരനും നിഷ്കളനും അശരീരിയുമൊക്കെ ആയിട്ടുള്ള ബ്രഹ്മത്തെ ഭാവന ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഭഗവാൻ ഗീതയിൽ 12-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യത്തെ. അവ്യക്താസക്തചേതസാം തേഷാം അധികതരഃ ക്ലേശഃ. അവ്യക്തത്തെ ഉപാസിക്കുന്നതായിട്ടുള്ള നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവരായിട്ടുള്ള ആളുകൾക്ക് അധികതര ക്ലേശമാണ്. അവ്യക്താഗതി ദുഃഖം ഹി. അവ്യക്ത ഉപാസനാ മാർഗം, നിർഗുണ നിരാകാര ഉപാസനാ മാർഗം ദുഃഖം ഹി, വളരെ ക്ലേശഭൂയിഷ്ടമാണ്, ദുഃഖതരമാണ്. അതുകൊണ്ട് അർജുന, നിനക്ക് അത് പറ്റില്ല, പോരാ, നീ അതിലേക്ക് വളർന്നിട്ടില്ല. അതുകൊണ്ട് നീ എൻ്റെ വിരാട് രൂപത്തെ ധ്യാനിച്ചോളൂ. ഞാൻ കഴിഞ്ഞ കുറച്ചു മുമ്പേ കാണിച്ചു തന്നില്ലേ വിശ്വരൂപ ദർശനം. അതാണ് നിനക്ക് ഉപാസിക്കാൻ നല്ലത്. ആ വിഷ്ണുവിൻ്റെ രൂപത്തെ, വിശ്വരൂപത്തെ നീ ഉപാസിച്ചോളൂ. വളരെ സ്ഥൂലമായിട്ടുള്ള രൂപമാണ്, അല്ലാതെ അവ്യക്തമായിട്ടുള്ള രൂപം ഉപാസിക്കാൻ നീ വളർന്നിട്ടില്ല, നിനക്ക് പറ്റിയ പണിയല്ല എന്ന് ഭഗവാൻ അർജുനനോട് പോലും പറഞ്ഞു. ഗീതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള മനുഷ്യവർഗത്തിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ നിർഗുണ നിരാകാരമായ ബ്രഹ്മതത്വത്തെ ധ്യാനിക്കാനും സാക്ഷാത്കരിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ആ തലത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പ്രതിമാപൂജനം, വിഗ്രഹാരാധന. അപ്പോൾ ഭഗവാൻ ആരാന്നുള്ള അറിവ് ആദ്യമേ വേണം. അല്ലാതെ ഏതെങ്കിലും ചെറിയൊരു പ്രതിമ കണ്ടിട്ട് ഇതാണ് ഭഗവാൻ എന്ന് പറയല്ല. ആ പ്രതിമയിൽ മാത്രമാണ് ഭഗവാൻ എന്ന് കൽപ്പിക്കുകയല്ല.
സർവവ്യാപിയായ ഭഗവാനെ എനിക്ക് കാണാൻ കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പ്രതിമയിൽ ഈശ്വര ചൈതന്യത്തെ ആവഹിക്കുന്നു, പൂജിക്കുന്നു. ഭഗവാനെ, ഞാൻ പൂജിക്കുന്ന ഈ വിഗ്രഹത്തിൽ വന്നങ്ങ് സാന്നിധ്യം ചെയ്ത് എൻ്റെ പൂജയെ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ആവാഹനവും ധ്യാനവുമൊക്കെ ഉദ്ദേശിക്കുന്നത്. അസ്മിൻ ബിംബേ, ഏത് ദേവനെയാണോ പൂജിക്കുന്നത് ആ ദേവനെ അഹം ആവാഹയാമി എന്നാണ് ആവാഹന മന്ത്രം. സർവവ്യാപിയായ ഭഗവാനെ ഈ ബിംബത്തിലേക്ക് ഞാൻ ആവഹിക്കുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ രണ്ട് കൈകളിലും പൂവും വെള്ളവും ചന്ദനവും ഒക്കെ എടുത്തുകൊണ്ട് ഉയർത്തിപ്പിടിക്കണം രണ്ട് കൈകൾ. എന്തിനാ? സർവവ്യാപിയായ തത്വത്തെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന തത്വത്തെ ഞാനിതാ ആവഹിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവിടേക്ക് സാന്നിധ്യം ചെയ്യിപ്പിക്കുകയാണ്, പ്രതിഷ്ഠിക്കുകയാണ്. ആവാഹിതാഭവ, ആവാഹിതോ ഭവ. പുല്ലിംഗമാണെങ്കിൽ ആവാഹിതോ ഭവ, സ്ത്രീലിംഗമാണെങ്കിൽ സ്ത്രീ ഭാവത്തിലാണ് പൂജിക്കുന്നതെങ്കിൽ, ദേവിയാണെങ്കിൽ ആവാഹിതാഭവ. സാന്നിധ്യം കുരു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷ്ഠിച്ച് നമ്മൾ പൂജ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അറിയുന്നുണ്ട് എവിടുന്നാണ് സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെയാണ് ആവഹിക്കുന്നത് ഈ വിഗ്രഹത്തിലേക്ക്. അപ്പൊ അതറിഞ്ഞു വേണം പൂജ ചെയ്യാൻ, അല്ലാതെ തോന്നിയവാസം ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. അറിയുന്നില്ല എന്നുള്ളത് എന്താ പറയുക, ട്രാഫിക് നിയമം അറിയാതെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഈ പൂജാ തത്വം അറിഞ്ഞുകൊണ്ട് വേണം വിഗ്രഹങ്ങളിൽ പൂജിക്കാൻ. അപ്പൊ ഇവിടെ അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിതഃ സദാ, ഞാൻ സർവഭൂതങ്ങളുടെയും ആത്മസ്വരൂപനായി സദാ അവസ്ഥിതഃ, എല്ലായ്പ്പോഴും കുടികൊള്ളുന്നു. അങ്ങനെയുള്ള തം മാം അവജ്ഞായ, ആ എന്നെ അവഗണിച്ചുകൊണ്ട് മർത്യഃ, മൂഢനായ മർത്യൻ കുരുതേ അർച്ചാവിഡംബനം, പൂജയെന്ന നാട്യത്തെ ചെയ്യുന്നു, വേഷം കെട്ട് ചെയ്യുന്നു. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ തന്നെ അറിയുന്നില്ല. അന്ധവിശ്വാസികളും മൂഢന്മാരും എന്താ പറയുക, ഈ വീട്ടിൽ വളർത്തുന്ന തത്തകള് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് ഏറ്റു പറയും പോലെ കുറെ മന്ത്രങ്ങളും പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് ചടങ്ങുകളും കുറെ പൂച്ച പൂച്ച എന്ന് ചെയ്ത് എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം എന്ന് പോലും അറിയാതെ പൂജകന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടർ അവരുടെ ഉപജീവന മാർഗമായിട്ട് കഴിച്ചു കൂട്ടുന്നു. അത് കണ്ട് പൂജ പഠിച്ചതായിട്ടുള്ള കുറച്ച് ഭക്തന്മാരും വിശ്വാസികളും അതിനെ പിന്തുടരുകയും ചെയ്യുന്നു. ആരും ഇതിന്റെ തത്വമൊന്നും അറിയാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ളത് ഭഗവാന് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നവിടെ പറഞ്ഞത്. അർച്ചാ വിഡംബനം ഗുരുതേ, ഇതൊക്കെ കാണേണ്ട ഗതികേട് എനിക്കുണ്ടായിരിക്കണു എന്നാണ് ഭഗവാൻ പറയുന്നത്. യോ മാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. ഭഗവാൻ നല്ല പ്രയോഗങ്ങളാണ് പ്രയോഗിക്കുന്നത്. യോ മാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനം ഈശ്വരം. യോ, ഏതൊരുവനാണോ, യഹ സർവേഷു ഭൂതേഷു സന്തം ആത്മാനം ഈശ്വരം മാം, സർവഭൂതങ്ങളിലും സന്തം ഇരിക്കുന്നവനും ഉള്ളവനായിരിക്കുന്നവനും, ആത്മാനം അവരുടെ ആത്മാവായിരിക്കുന്നവനും, ഈശ്വരം അവരുടെ നിയന്താവായിരിക്കുന്നവനുമായിട്ടുള്ള മാം എന്നെ ഹിത്വാ ഉപേക്ഷിച്ചിട്ട് വെടിഞ്ഞിട്ട് എന്റെ തത്വം മറന്നുകൊണ്ട് അർച്ചാം ഭജതേ മൗഢ്യാത്. അർച്ചാം എന്ന് പറഞ്ഞാൽ അർച്ചാ വിഗ്രഹത്തെ, പൂജാ വിഗ്രഹത്തെ എന്നർത്ഥമാണ്. അർച്ച എന്നുള്ളത് വിഗ്രഹത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അർച്ചാവതാരം, ഭഗവാന്റെ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള വിശിഷ്ട ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളതായിട്ടുള്ള
വിഗ്രഹങ്ങളെക്കുറിച്ച് ഭക്തന്മാർ പറയുന്നതാണ് അർച്ചാവതാരം. വിഗ്രഹരൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പൻ ഒരു അർച്ചാവതാരമാണ്. ഗുരുവായൂർ ശ്രീകോവിലുള്ള ആ വിഗ്രഹം ഒരു അർച്ചാവതാരമാണ്. ഭക്തന്മാർക്ക് അർച്ചിക്കാൻ വേണ്ടി ഭഗവാൻ ആ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. ഹന്തഭാഗ്യം ജനാനാം. തിരുപ്പതി വെങ്കടാചലപതി ഒരു അർച്ചാവതാരമൂർത്തിയാണ്. തൃശ്ശിനാപ്പള്ളി രംഗനാഥസ്വാമി ഒരു അർച്ചാവതാരമൂർത്തിയാണ്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ഒരു അർച്ചാവതാരമൂർത്തിയാണ്. ആ അർച്ചാവതാരമൂർത്തിയെ സേവിച്ചാലും ആ മൂർത്തിയിൽ നമ്മൾ ഈശ്വരന്റെ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം കണ്ടുകൊണ്ട് ഈശ്വരന്റെ തത്വം അറിഞ്ഞുകൊണ്ടാണ് പൂജിക്കുന്നത്. അങ്ങനെ പൂജിച്ചാൽ തീർച്ചയായിട്ടും അത് ഉയർന്നതായിട്ടുള്ള ഒരു ഭാവം തന്നെയാണ്. നേരെ മറിച്ച് ഇത് വെറും ഒരു കല്ലാണ്, വിഗ്രഹമാണ് എന്നുള്ള ഭാവനയോടുകൂടി മാത്രം അതിനെ പൂജിക്കുന്നതിനാണ് ഇവിടെ ഈശ്വരന്റെ തത്വം അറിയാതെ ഈ കല്ലിൽ മാത്രമേ ഈശ്വരൻ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് കല്ലാണ്, ഇവിടെ മാത്രമേ ഈശ്വരനുള്ളൂ എന്നൊക്കെ കരുതിക്കൊണ്ട് സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നവനായ ആത്മസ്വരൂപനായ എന്നെ ഹിത്വ, എന്നെ വെടിഞ്ഞിട്ട് അർച്ചാം മൗഢ്യാത് ഭജതെ, മൂടത്തരം കൊണ്ട് അർച്ചാവിഗ്രഹങ്ങളെ മാത്രം സേവിക്കുന്നു, മറ്റാരെയും പരിഗണിക്കുന്നില്ല. അവൻ ഭസ്മനി ഏവ ജുഹോതി സഹ. ജുഹോതി എന്ന് പറഞ്ഞാൽ ഹോമിക്കുന്നു എന്നാണ്. ജുഹുദാതു ഹോമം ചെയ്യ, ദാനം ആദാനം എന്നൊക്കെ അർത്ഥമാണ് ജുഹോതി. അവൻ ഭസ്മനി, ഇവിടെ ഭസ്മനി എന്ന് പറഞ്ഞാൽ ചാരത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ചാരത്തിന്റെ പര്യായമാണ് ഭസ്മം. അപ്പൊ അവൻ വെറും ചാരത്തിലാണ് ഹോമിക്കുന്നത്, അഗ്നിയിലല്ല. ഹോമിക്കേണ്ടത് അഗ്നിയിലാണ്. ചാരത്തിൽ ഹോമിച്ചാൽ വേസ്റ്റാണ്. അഗ്നിയിൽ ഹോമിക്കുമ്പോഴാണ് ആ അഗ്നി നമ്മൾ ഉദ്ദേശിച്ച ദേവതയ്ക്ക് അതിനെ വഹിച്ചുകൊണ്ട് എത്തിക്കുള്ളൂ. അതുകൊണ്ട് അഗ്നിയിൽ ഹോമിക്കുന്നത് ഉത്തമം. നേരെ മറിച്ച് ചാരത്തിൽ ആരെങ്കിലും ഹോമിക്കുമോ? ചാരത്തിൽ ഹോമിച്ചാൽ ആ സാധനത്തിൽ ചാരം പുരണ്ട് വേസ്റ്റ് ആയി പോകുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഉപയോഗിക്കാനും പറ്റില്ല, അത് ഒരു ദേവതയ്ക്കും കിട്ടൂല, വേസ്റ്റ് ആയിപ്പോയി. അപ്പൊ അതുപോലെയാണ് സർവഭൂതങ്ങളിലും ഉള്ള എന്നെ അവഗണിച്ചുകൊണ്ട്, എന്നെ ത്യജിച്ചുകൊണ്ട് ഈ വിഗ്രഹാദികളിൽ മാത്രം എന്നെ പൂജിക്കുന്നവർ അവൻ ചാരത്തിൽ ഹോമിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ജീവിയും ഈശ്വരൻ വേഷം മാറി വരുന്നതാണ് എന്നുള്ള ബോധം വേണം നമുക്ക്. ഈശ്വരൻ തന്നെയാണ് വേഷം മാറി വന്നിരിക്കണു എൻ്റെ മുമ്പില്. അവന്റെ സങ്കടം തീർത്തു കൊടുത്താൽ ഈശ്വരന് പ്രീതിയാവും. അല്ലാതെ വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഞാൻ വഴിപാട് ചെയ്തതിനേക്കാൾ അവിടെ സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കുകയോ സ്വർണ്ണ കൊടിമരം സംഭാവന ചെയ്യുകയോ സ്വർണ്ണ കിരീടമോ സ്വർണ്ണവാളോ ഒക്കെ ഭഗവാന് കൊടുക്കുകയോ ചെയ്തിട്ടൊന്നും ഭഗവാൻ പ്രസാദിക്കാൻ പോകുന്നില്ല. അവിടുത്തെ ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാർ പ്രസാദിക്കും. കാരണം അവർക്ക് അഴിമതി കാണിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുത്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത കിരീടവും വാളും ഒന്നും ലിസ്റ്റിലേ കാണില്ല, മറന്നുപോയി കാണും എല്ലാവരും. അപ്പോഴേക്കും അവരതിനെ ഒരുക്കി വേറെന്തെങ്കിലും ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഭഗവാന് സ്വർണ്ണ കിരീടവും ചോദിച്ചില്ല, സ്വർണ്ണവാളും ചോദിച്ചില്ല. ഇതിലെവിടെയെങ്കിലും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഭഗവാന് സ്വർണ്ണ കിരീടം വേണം, ഭഗവാന് സ്വർണ്ണവാള് വേണം, സ്വർണ്ണ കൊടിമരം വേണം എന്നൊന്നും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഭഗവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് നമ്മുടെ ഉദാരതയുടെ ദാനശീലത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് ചെയ്യാവുന്നതാണ്, ചെയ്യണ്ടെന്ന് പറയാം. പക്ഷെ അതിനെ തുല്യമായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിരിക്കണം. അത്രയും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവൻ ഇത് ചെയ്താൽ മതി. ധാരാളം മനുഷ്യർക്ക് വേണ്ട സേവനം ചെയ്തതിന് ശേഷം, മറ്റും ജന്തുക്കൾക്ക് വേണ്ട സേവനം ചെയ്തതിന് ശേഷം, പ്രകൃതിയെ രക്ഷിച്ചതിന് ശേഷം, കുറേ സഹായങ്ങളൊക്കെ ചെയ്തതിന് ശേഷം
ഭഗവാന് ഒരു കിരീടമോ ഒരു വാളോ കൊടുത്തോളൂ, ഒരു സന്തോഷത്തിന്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ സേവന പ്രവർത്തനങ്ങളും ചെയ്യണം. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക്, കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക്, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. ഏതൊക്കെ തരത്തിൽ അവർ ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്ക് സഹായം ചെയ്യണം. നമ്മുടെ കയ്യിൽ കുറേ കാശ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ബാങ്കിലും അല്ലെങ്കിൽ വേറെ പല ഭൂമിയിലും സ്വർണത്തിലും ഷെയറുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ കൊണ്ടുപോകാൻ പോണോ? അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ മുമ്പിൽ വിശന്ന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും ആവലാതി പറഞ്ഞു വരുന്നവർക്ക് അവരുടെ കണ്ണുനീരൊപ്പാനും സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭക്തർ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഭഗവാൻ പറയേണ്ടത് നിങ്ങൾ കള്ളനാണ്, നാട്യക്കാരനാണ് എന്ന്. അർച്ചാ വിടംബനം കുരുതേ ഭഗവാൻ പറയുന്നുണ്ട്. കേൾക്കുക, ഭഗവാൻ പറഞ്ഞത് കേൾക്കുക. അപ്പോൾ അവൻ ചാരത്തിലാണ് ഹോമിക്കുന്നത്, ഭഗവാനാ പറയുന്നത്, ഞാനല്ല പറഞ്ഞത്. ഇതിൽ പരം വിപ്ലവം എവിടെയുള്ളത്? ഇതിനി കമ്മ്യൂണിസ്റ്റുകാരോ യുക്തിവാദികളോ പറയണോ? കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും ഒക്കെ ഇതൊക്കെ പറയുന്നതിൻ്റെ എത്രയോ മുമ്പ് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഈ നാട്യമൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. നിങ്ങൾ ആദ്യം വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റിയിട്ട്, കരയുന്നവരുടെ കണ്ണുനീരൊപ്പിയിട്ട്, അവരുടെ സങ്കടം തീർത്തിട്ട്, അല്പമെങ്കിലും അവർക്ക് ആശ്വാസം കൊടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഭക്തന്മാരെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഭഗവാന്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. നാട്ടുകാരുടെ പൊടിയിലൊക്കെ വേണമെങ്കിൽ, നാട്ടുകാരുടെ കണ്ണിലൊക്കെ വേണമെങ്കിൽ പൊടിയിട്ടിട്ട് ഭക്ത ശിരോമണി എന്നൊക്കെ അവാർഡൊക്കെ വാങ്ങിച്ചോളൂ. അപ്പോൾ ഭഗവാൻ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജഡരാഗ്നിയായി കുടികൊള്ളുന്നു എന്ന് ഗീതയിൽ ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ. ഞാൻ വൈശ്വാനരാഗ്നിയായി, ജഡരാഗ്നിയായി പ്രാണികളുടെ എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നു. നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം, നിങ്ങൾ സമർപ്പിക്കുന്ന നിവേദ്യമായി ഞാനത് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വിശക്കുന്ന ഏതെങ്കിലും ഒരു ജന്തുവിന് പോലും ഭക്ഷണം കൊടുത്താൽ അതൊരു ഹോമമായിട്ട് നമ്മൾ കരുതണം, അതൊരു യജ്ഞമായിട്ട് നമ്മൾ കരുതണം. അന്നദാന യജ്ഞം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ, ഭഗവാൻ ഈ ഭാഗവതത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർക്കും പശുക്കൾക്കും അനാഥന്മാർക്കും ഭക്ഷണം കൊടുക്കൂ. ആ ഭക്ഷണം ഞാൻ കൂടുതൽ രുചിയോടെ ഭക്ഷിക്കുന്നു എന്നാണ്. അതാണ് എനിക്ക് രുചി, ഞാൻ നല്ല രുചിയോടുകൂടി ഭക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിഥി ദേവോ ഭവ എന്നൊക്കെയുള്ള നമ്മുടെ സംസ്കാരം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അവിടെ അത്യാവശ്യമായി ഓടി വരുന്നവർ, അവരെന്തിനു വന്നവരാണെങ്കിലും അവർക്ക് ഗതിയില്ലാതെ വന്നതാണ്, നാണം കെട്ട് വന്നതാണ് നമ്മളോട് ചോദിക്കാൻ. നിവൃത്തികേട് കൊണ്ടാണ് അവർ വരുന്നത്. അവരെ പരിഗണിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, ആവുന്നത് നമുക്ക് ചെയ്യാം. നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ചെയ്യാൻ കഴിവുള്ളവർ നമുക്ക് പരിചയമുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം. പല രീതിയിലാവാം. നമുക്ക് 2 വാക്കേ ചിലവുള്ളൂ. നമുക്ക് നാണം കെടാനൊന്നുമില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, മറ്റൊരാളുടെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് ഈശ്വര ആരാധനയാണെന്ന് കരുതുമ്പോൾ നാണം കെടാനൊന്നുമില്ല. അങ്ങനെ നാണക്കേട് വിചാരിക്കണ്ട. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്കതുകൊണ്ട് വേറെ ബെനിഫിറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഈശ്വരൻ എന്നിൽ പ്രസാദിക്കട്ടെ, ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ
ഗംഭീരമായിട്ടാണ് ഭക്തിയെക്കുറിച്ച് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. ഇതായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ആദർശ ഭക്തി. നമുക്കിടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കി മുഖം മിനുക്കാൻ ഈ ഭക്തി ലക്ഷണങ്ങൾ ഉപകരിക്കും. യോ മാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. അപ്പൊ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല, അത് പറഞ്ഞില്ല. അതിനേക്കാൾ പ്രധാനമാണ് ഇത് എന്നാണ് പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നതും നമ്മുടെ ഒരു സംസ്കാരമാണ്. ആദ്യം നമുക്ക് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ക്ഷേത്രത്തിൽ മാത്രമേ ഈശ്വരനെ കാണാൻ പറ്റുന്നുള്ളൂ എങ്കിൽ തൽക്കാലം ക്ഷേത്രത്തിലെങ്കിലും കൊടുത്തു തുടങ്ങും. പിന്നീട് ഈ കൊടുക്കുന്ന ശീലം വർദ്ധിക്കട്ടെ. ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നതെങ്കിലും കൊടുക്കട്ടെ. ഈശ്വരന് വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി കൊടുക്കുന്നു. ആ കൈ അയയാൻ സഹായിക്കും. ഇതുവരെ കൊടുക്കാതിരുന്ന ഞാൻ ഈശ്വരന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടെങ്കിലും കൊടുക്കുമ്പോൾ ഒന്ന് കൈ അയയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ മനസ്സിലാക്കി തരും, ഈശ്വരൻ തന്നെ മനസ്സിലാക്കി തരും ഈശ്വരൻ ആരാണെന്ന്, ഈശ്വര തത്വം എന്താണെന്ന്. അപ്പോഴാണ് ഇങ്ങനെ ക്ഷേത്രത്തിൽ മാത്രം വഴിപാട് ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് എന്നുള്ള അറിവ് അവനുണ്ടാവുള്ളൂ. അപ്പൊ ക്ഷേത്രത്തിൽ വഴിപാട് മാത്രം ചെയ്തു വരുന്നത് ആദ്യത്തെ ക്ലാസ്, LKG തുടങ്ങി. പ്രാകൃത ഭക്തൻ എന്നാണ് അവനെ പറയുന്നത്. ഇതില് ഭാഗവതത്തിൽ തന്നെ ഏകാദശ സ്കന്ധത്തില് നിമി നവയോഗി സംവാദത്തില് പ്രാകൃത ഭക്തൻ എന്നാണ് വിഗ്രഹാരാധനയിൽ മാത്രം മുഴുകിയിരിക്കുന്നവനെ കുറിച്ച് പറയുന്നത്. അർച്ചായാം ഏവ ഹരയേ പൂജാം യഹ ശ്രദ്ധയേഹതേ ന തദ്ഭക്തേഷു ന ച അന്യേഷു സ ഭക്തഃ പ്രാകൃത സ്മൃതഃ. ഏകാദശ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ ഹരിരുവാച എന്ന് പറഞ്ഞ് ഹരി എന്ന യോഗി പറയുന്ന വചനങ്ങളാണിത്. പ്രാകൃത ഭക്തന്റെ ലക്ഷണമാണ് ഈ പറഞ്ഞത്. അർച്ചായാം ഏവ ഹരയേ പൂജാം യഹ ശ്രദ്ധയാ ഈഹതേ. അർച്ച എന്ന് പറഞ്ഞാൽ വിഗ്രഹം. അർച്ചായാമേവ വിഗ്രഹത്തിൽ മാത്രം, പൂജയാം ശ്രദ്ധയാ ഈഹതേ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അഭിഷേകാദികളും പൂജകളും ഒക്കെ ചെയ്യുന്നുണ്ട്. നതത് ഭക്തേഷു ഭഗവാന്റെ ഭക്തന്മാർക്ക് 10 പൈസ കൊടുക്കില്ല, അറുത്ത കയ്യിൽ ഉപ്പ് തേക്കില്ല. നതത് ഭക്തേഷു നച്ച അന്യേഷു, പിന്നെ അന്യരുടെ കാര്യം പറയും വേണ്ട. ഭഗവാന്റെ ഭക്തന്മാർക്ക് പോലും ഒന്നും കൊടുക്കില്ലെങ്കിൽ പിന്നെ മറ്റുള്ള ജനങ്ങൾക്ക് ഒന്നും കൊടുക്കില്ല. സഭക്തഃ പ്രാകൃതഃ സ്മൃതഃ, ആ ഭക്തനെ പ്രാകൃതൻ എന്ന് സ്മരിക്കപ്പെടുന്നു. ശാസ്ത്രം, ആചാര്യന്മാർ ഒക്കെ അവനെ കുറിച്ച് പറയുന്നത് അവൻ വെറും പ്രാകൃത ഭക്തനാണ്, അവൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഭക്തിയുടെ 1-ാമത്തെ പടിയിലേക്ക് അവൻ കയറിയിട്ടുണ്ട്, ആശ്വസിക്കാം, അവൻ ഉയർന്നോളും, നമുക്ക് പ്രതീക്ഷിക്കാം. ഉയർന്നിട്ടില്ലെങ്കിൽ നമുക്ക് നിരാശയാണ്. എന്നും ഒരേ ക്ലാസ്സിൽ തന്നെയാണ് അവൻ ഇരിക്കുന്നതെങ്കിൽ അയ്യോ പാവം. അവൻ ഉയരണം, അവന് വികാസം ഉണ്ടാവണം. അപ്പൊ 1-ാമത്തെ പടിയാണ് പ്രാകൃത ഭക്തന്റെ പടി. അതാണ് ഇവിടെ പറഞ്ഞത്. എന്നെ വിഗ്രഹാദികളിൽ മാത്രം പൂജിക്കുന്നു, മറ്റുള്ളവരിൽ എന്നെ കാണുന്നില്ല, അവഗണിക്കുന്നു, അങ്ങനെയുള്ള അവൻ ചാരത്തിൽ ഹോമിക്കുന്നു എന്നിവിടെ കപില ഭഗവാൻ ഉത്തമ ഭക്തിയെ എടുത്തു പറയുന്നതുകൊണ്ട് ആ പ്രാകൃത ഭക്തിയെ ഒന്ന് നിന്ദിച്ചു. നവയോഗികള് പ്രാകൃതൻ എന്ന് പറഞ്ഞു. കപിലൻ അവനെ ഒന്നുകൂടെ അത് പോരാ എന്നുള്ള അർത്ഥത്തില്, അവിടെ നിന്നാ പോരാ എന്നുള്ള അർത്ഥത്തില് ഒന്നുകൂടെ ഒന്ന് കടത്തി പറഞ്ഞു. തുടർന്ന് ദ്വിഷതഃ പരകായേ മാം മാനിനോ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി. പറയണു,
ദ്വിഷതഃ പരകായേ മാം, പരകായേ മാം ദ്വിഷതഃ, അന്യ ശരീരത്തിൽ എന്നെ ദ്വേഷിക്കുന്നവന്. അപ്പം വേറൊരു ശരീരത്തിൽ മനുഷ്യരൂപത്തിലൊക്കെ ഉള്ള ആളുകളോട് ശത്രുതാഭാവം, ദ്വേഷഭാവം, അവരെ ഉപദ്രവിക്കാനുള്ള പാരയൊക്കെ വയ്ക്കും. ഏതൊക്കെ രീതിയിൽ അവരെ വേദനിപ്പിക്കാവോ അതൊക്കെ ചെയ്യും. അതെങ്ങനെ വേണമെങ്കിലാവും. പരദൂഷണം പറഞ്ഞിട്ട് വേദനിപ്പിക്കാം, നുണ പറഞ്ഞ് പറ്റിക്കാം, വഞ്ചിക്കാം, തമ്മിൽ വേറെ ആളുകളെ തമ്മിൽ അടുപ്പിക്കാം. അതും ഒരു രസം. നമുക്ക് നേരിട്ട് 4 തെറി വിളിക്കാം, എന്നിട്ട് വേദനിപ്പിക്കാം. ഏതൊക്കെ രീതിയിൽ നമുക്ക് എത്ര ശക്തിയുണ്ടോ അതിനനുസരിച്ച് വേറൊരാളെ നമുക്ക് ഉപദ്രവിക്കാം. അതാണ് പരകായേ മാം ദ്വിഷതഃ. അതിപ്പോ മനുഷ്യൻ മാത്രമല്ല, ഒരു നായിനെ കാണുമ്പോൾ കൈ ധരിക്കുക, കല്ലെടുത്തെറിയാൻ, ഒരു പാമ്പിനെ കാണുമ്പോൾ വടിയെടുത്ത് തല്ലി കൊല്ലുക, ഏത് ജന്തുവിനെ കണ്ടാലും ഉപദ്രവിക്കുക. ഇങ്ങനെ ഹിംസ ശീലമായിട്ടുള്ളവർ പരകായേ മാം ദ്വിഷതഃ, മറ്റു ശരീരങ്ങളിൽ എന്നെ ദ്വേഷിക്കുന്നവരും, മാനിനഃ, വലിയ അഭിമാനികളായിട്ട് ഞാനാണ് ഭക്തൻ, എന്നെ പോലൊരു ഭക്ത ശിരോമണി ഇല്ല എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നവരും, ഭിന്നദർശിനഃ, ഭേദദർശനത്തോടു കൂടിയവർ. എല്ലാവരിലും സമദർശനമല്ല. ഓരോരുത്തരെയും ധനികനെ ബഹുമാനിക്കും, ദരിദ്രനെ ചീത്ത വിളിക്കും, പരിഹസിക്കും. ചെറുതും വലുതും നല്ലതും ചീത്തയും എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭേദഭാവനയുണ്ട്, സമഭാവനയില്ല. സമഭാവനയാണ് ഉന്നത ഭക്തി. ഇവിടെ ഭിന്നദർശിയുമായിരിക്കുന്ന ഭൂതേഷു ബദ്ധവൈരസ്യ, മറ്റു ഭൂതങ്ങളോട് വൈരത്തെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന, ശത്രുതാഭാവം നിലനിർത്തുന്നവനായിട്ടുള്ള ഒരാൾക്ക് ന മനഃശാന്തി മൃച്ഛതി. ഭഗവാനാ പറയണ, കപിലനാ പറയണത്, അവൻ മനഃശാന്തിയെ പ്രാപിക്കുകയില്ല. കാരണം അത് രജോഗുണമാണ്. ഇത് മുഴുവൻ രജോഗുണമാണ്. മറ്റുള്ളവരെ ദ്വേഷിക്കുകയും ശത്രുത വെച്ച് പുലർത്തുകയും ഞാൻ കേമനാണെന്ന് ഭാവിക്കുകയും പൊങ്ങച്ചെന്നടിക്കുകയും മറ്റുള്ളവരിൽ ഭേദദൃഷ്ടി വെച്ചിരിക്കുകയും ചെയ്യുന്നത് വർദ്ധിച്ച രാജസ ഭക്തിയാണ്, രജോഗുണത്തിന്റെ പ്രകടനമാണ്. അങ്ങനെയുള്ളവൻ ഒരിക്കലും മനഃശാന്തി കിട്ടാൻ പോകുന്നില്ല. അവന്റെ രജോഗുണം ശമിച്ചാൽ മാത്രമേ അവന് എന്താ പറയുക മനഃശാന്തി കിട്ടാൻ പോകുന്നുള്ളൂ. ഇത് രജോഗുണത്തിന്റെ പ്രകടനമാണ്. ഇതിന്റെയൊക്കെ ആശയങ്ങൾ തന്നെയാണ് ഉള്ളൂര് പാടിയത്. അടുത്തിരിപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തിരിപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അതുകൊണ്ട് നാരായണ ഗുരുദേവൻ അനുകമ്പാ ദശകത്തിലൊക്കെ പാടിയതുപോലെ ഒരു പീഡ ഒരു എറുമ്പിനും വരുത്തരുത് എന്നുള്ള മനോഭാവം വേണം. ഒരു ഉറുമ്പിനെ പോലും ഞാൻ മനഃപൂർവ്വം ദ്രോഹിക്കുകയില്ല. എൻ്റെ അശ്രദ്ധ കൊണ്ടും ഒരു ജന്തുവിനും പീഡയുണ്ടാകരുത് എന്ന് കരുതി ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ജാഗ്രതയോടുകൂടി ചെയ്യുക. ആരും വേദനിക്കാതിരിക്കട്ടെ. ഇതാണ് ഉത്തമന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ ലക്ഷണം. അല്ലാതെ അന്യരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. പരകായേ മാം ദിശതഃ, മറ്റ് ശരീരത്തിലിരിക്കുന്ന ആത്മസ്വരൂപനായ എന്നെയാണ് അവർ ദ്വേഷിക്കുന്നത്. അഭിമാനികളും ഭേദബുദ്ധികളുമായിട്ട് എല്ലാവരോടും ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് ആരാണോ ഭക്തനെന്ന് നടിക്കുന്നത്, സ്വശരീരത്തെ പോഷിപ്പിക്കാൻ പരപ്രാണികളെ ദ്രോഹിക്കുന്നത് ആരാണോ, തീർച്ചയായിട്ടും അത് എനിക്ക് ചെയ്യുന്ന ദ്രോഹമാണെന്ന് അവൻ അറിയുന്നില്ല. അവൻ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് വലിയ വഴിപാടൊക്കെ ചെയ്യും, പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും ദ്രോഹിക്കും. അപ്പൊ അവൻ ചെയ്തതിനേക്കാൾ ഇരട്ടിയാണ് എനിക്ക് പീഡ തരുന്നത്. അതവൻ തിരിച്ചറിയുന്നില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ തിരുത്തുക. നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആവട്ടെ, കുറെ കൂടി നല്ല ഭക്തന്മാരാകട്ടെ, ഭഗവാന്റെ ഗുഡ് ലിസ്റ്റിലേക്ക് നമുക്ക് കയറിപ്പറ്റാം. 12-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഭക്തന്റെ ലക്ഷണം എണ്ണി എണ്ണി പറയുന്നുണ്ട്.
അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണയേവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖസുഖക്ഷമീ എന്നാരംഭിച്ചുകൊണ്ട് ഭക്തന്റെ ലക്ഷണം എണ്ണി എണ്ണി പറയുന്നുണ്ട്. അദ്വേഷ്ടാ സർവഭൂതാനാം, ഒരു ഭൂതങ്ങളെയും ദ്വേഷിക്കാത്തവൻ, മൈത്രഃ എല്ലാവരോടും സൗഹൃദം മൈത്രി വെച്ച് പുലർത്തുന്നവൻ, എല്ലാവരെയും ബന്ധുക്കളെ പോലെ കരുതുന്നു, ആർക്കെങ്കിലും ആപത്ത് വന്നാൽ സഹായിക്കുന്നു. കരുണയേവച്ച, ദീനന്മാരോട് എപ്പോഴും അലിവുണ്ടാവുന്നു. നിർമ്മമഃ നിരഹങ്കാരഃ സമദുഃഖസുഖഃ, ദുഃഖസുഖങ്ങളിൽ സമനായി വർത്തിക്കുന്നു. ക്ഷമീ, നല്ല ക്ഷമയുള്ളവനായിരിക്കുന്നു. യസ്മാന്നോദ്വിജതേ ലോകഃ ലോകാത് നോദ്വിജതേ യഃ. ഭക്തന്റെ ലക്ഷണം പറയുമ്പോൾ പറയണ്ട് യസ്മാത് നോദ്വിജതേ ലോകഃ ലോകാത് നോദ്വിജതേ ച യഃ. ആരിൽ നിന്ന് ലോകം ഭയപ്പെടുന്നില്ലയോ, ആര് ലോകത്തെയും ഭയപ്പെടുന്നില്ലയോ. പരസ്പര സ്നേഹമുള്ളവർ തമ്മിൽ ഭയം ഉണ്ടാവുമോ? നല്ല സൗഹൃദമുള്ള ആളുകൾക്ക് തമ്മിൽ ഭയമുണ്ടോ? വിശ്വാസമല്ലേ, സ്നേഹമല്ലേ. അപ്പൊ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് ലോകത്തെ ഭയമില്ല, അയാളെ ലോകത്തിനും ഭയമില്ല, അവർക്ക് ഉദ്വേഗം കൊടുക്കുന്നില്ല. ന ഉദ്വിജതേ, ഉദ്വേഗമുണ്ടാകുന്നില്ല. ഒരാള് ദൂരത്തുനിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഉദ്വേഗം ഉണ്ടാവാൻ പാടില്ല. ഇതാ വരുന്നു പാരാ കുരിശ് എന്നൊക്കെയുള്ള ഭാവം ഉണ്ടാവാൻ പാടില്ല. ഒരാൾ വരുന്നത് കാണുമ്പോൾ നമുക്ക് ആഹ്ലാദം ഉണ്ടാവണം, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ അടുത്തേക്ക് വരുന്നവർ നമുക്ക് ആഹ്ലാദം കൊണ്ടു തരണം, സന്തോഷം കൊണ്ടു തരണം. അല്ലാതെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി വരുന്നത് കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചോടിപ്പോവും, എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കാൻ നോക്കും. നമ്മളും അതുപോലെയാണെങ്കിലോ? നമ്മൾ അറിയുന്നില്ല നമ്മൾ എത്ര ആളുകൾക്ക് പേടി ഉണ്ടാക്കുന്നുണ്ട് എന്ന്. നമ്മളെ കാണുമ്പോൾ എത്ര ആൾ പേടിച്ചോടുന്നുണ്ട്, ഒളിയുന്നുണ്ട്, മറയുന്നുണ്ട്, രക്ഷപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ചിന്തിക്കണം. എന്നെ കണ്ട് ആരും ഭയപ്പെടരുത്, എൻ്റെ അടുത്ത് ആർക്കും സന്തോഷമായിട്ട് വരാം, ഞാൻ എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ ആണ്, എല്ലാവർക്കും എൻ്റെ അടുത്ത് വന്നാൽ ആവുന്ന ആശ്വാസ വചനങ്ങൾ കിട്ടും, പറ്റുന്ന സഹായം ഞാൻ ചെയ്യും, നല്ല വാക്കുകൾ പറയും, സന്തോഷിപ്പിക്കും. ഇതൊക്കെയാണ് ഭക്തി. അല്ലാതെ വേഷം മാറി കാവിയുടുത്തോ വെള്ളയുടുത്തോ മഞ്ഞയുടുത്തോ ചോപ്പുടുത്തോ കറുപ്പുടുത്തോ രുദ്രാക്ഷമണിഞ്ഞോ നെറ്റിയിൽ കുറെ പട്ടയടിച്ചിട്ടോ തീർത്ഥാടനം ചെയ്യുകയോ ക്ഷേത്രങ്ങൾ തോറും അലഞ്ഞു തിരിയുകയോ അതൊന്നുമല്ല യഥാർത്ഥ ഭക്തി. അതൊന്നും ഇവിടെ പറഞ്ഞില്ല, ഒരു ഭക്തിശാസ്ത്രത്തിലും അതൊന്നും പറയുന്നില്ല. അതൊക്കെ വെറും ബാഹ്യ ലക്ഷണങ്ങൾ, ബാഹ്യ വേഷം കെട്ടലുകൾ മാത്രമാണ്. ഭക്തി എന്നുള്ളത് ആന്തരികമായിട്ടുള്ള ഭഗവാനോടുള്ള പ്രേമമാണ്. അപ്പൊ ഭഗവാൻ ആരെന്നറിഞ്ഞാലേ ശരിയായ പ്രേമം ഉണ്ടാവുള്ളൂ. സർവചരാചരങ്ങളുടെയും ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ വേണം അറിയാൻ. ഇപ്പോ ദിശത പരകായേ മാം മാനിനോ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തിം മൃച്ഛതി. ചിന്തിക്കുക. അഹം ഉച്ഛാവചൈർദ്രവ്യൈഃ ക്രിയയാ ഉൽപ്പന്നയാ നഘേ നൈവ തുഷ്യേ അർച്ചിതോർച്ഛായാം ഭൂതഗ്രാമാവമാനിനഃ. ഭൂതദയയില്ലാത്തവനിൽ ഭഗവാൻ പ്രസാദിക്കുന്നില്ല തന്നെ. ഉറപ്പിക്കുക, ഇതാ പറയണം. ഭൂതദയ ഇല്ലാത്തവനിൽ ഭഗവാൻ പ്രസാദിക്കുന്നില്ല. ഇവിടെ പറയണു അഹം ഉച്ഛാവചൈഃ ദ്രവ്യൈഃ ക്രിയയാ ഉൽപ്പന്നയാ അനഘേ നൈവ തുഷ്യേ. അഹം നൈവ തുഷ്യേ. അഹം തുഷ്യേ എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കുന്നു,
തോഷിക്കുന്നു. നൈവ തുഷ്യേതു ന തുഷ്യേവ, ഞാൻ തോഷിക്കുന്നേ ഇല്ല. ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയുള്ളവന്റെ പൂജയില്? അർച്ചായാം അർച്ചിത, അവൻ പൂജാ വിഗ്രഹങ്ങളിൽ അർച്ചിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ? ഉച്ചാവചൈർ ദ്രവ്യൈഹി ക്രിയയാ ഉൽപ്പന്നയ, ഗംഭീര പൂജയൊക്കെയാണ്. വളരെ ശ്രേഷ്ഠങ്ങൾ. ഉച്ചാവചൈഹി എന്ന് പറഞ്ഞാൽ നാനാവിധങ്ങളായത്, ചെറുതും വലുതുമായത് എന്നൊക്കെ അർത്ഥമാണ്. ഉച്ചം അവജം. ഉച്ചം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്, അവജം എന്ന് പറഞ്ഞാൽ ചെറുതായത്. അപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ഉൽപ്പന്നയ ക്രിയയ, സമ്പാദിക്കപ്പെടുന്ന ക്രിയാ സാമഗ്രികളെ കൊണ്ടൊക്കെ അർച്ചായാം അർച്ചിത അഹം, പൂജാവിഗ്രഹത്തിൽ അർച്ചിക്കപ്പെടുന്ന ഞാൻ ഭൂതഗ്രാമ അവമാനിന, ഭൂതഗ്രാമം ഭൂതസമൂഹം, മറ്റ് ജീവജാലങ്ങൾ, ജീവജാല കൂട്ടങ്ങളെ അവമാനിന, ദ്രോഹിക്കുക, അവമാനിക്കുക, ഉപദ്രവിക്കുക. അവമാനം എന്ന് പറഞ്ഞാൽ മാനിക്കാതിരിക്കലാണ്, പരിഗണിക്കാതിരിക്കലാണ്, അവഗണിക്കലാണ്. അപ്പൊ മറ്റു ജീവജാലങ്ങളെ അവഗണിച്ചുകൊണ്ട് വലിയ കേമായിട്ട് എനിക്ക് പൂജ ചെയ്താലും ന തുഷ്യേദേവ, ഞാൻ തോഷിക്കുന്നില്ല. ഇതുപോലെ ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഉള്ളിൽ ഉറപ്പിക്കേണ്ടത്. ഭഗവാൻ പ്രസാദിക്കണമെങ്കിൽ ഭൂതഗ്രാമങ്ങളെ നമ്മൾ ഒരിക്കലും അവമാനിക്കാൻ പാടില്ല. ഭൂതസമൂഹങ്ങളെ, പ്രകൃതിയിലുള്ള ഒരു ജീവജാലത്തെയും ഉപദ്രവിക്കാതാകുമ്പോഴേ നമ്മൾ ചെയ്യുന്ന പൂജകളിൽ ഭഗവാൻ കൂടുതൽ പ്രസാദിക്കുള്ളൂ. ഇപ്പൊ ഭൂതദയയില്ലാത്തവനിൽ ഭഗവാൻ പ്രസാദിക്കുന്നില്ല എന്ന് ആരാ പറയണത്? ഭഗവാൻ തന്നെ, ഭഗവാന്റെ അവതാരമൂർത്തിയായ കപിലൻ. ഇതൊക്കെ ഇനിയും ഭഗവാൻ ശ്രീകൃഷ്ണ രൂപത്തിൽ ഉദ്ധവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കപിലൻ മാത്രമല്ല പറയുന്നത്, ഉദ്ധവന് ഭഗവാൻ കൃഷ്ണനും ഇത് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനന് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ ഭഗവാന്മാർക്കും പറയാനുള്ളത് ഇതേ ഉള്ളൂ. കേൾക്കാൻ മാത്രം നമ്മൾ തയ്യാറല്ല. നമ്മൾ വലിയ സർവജ്ഞന്മാരാണ് എല്ലാവരും. അതുകൊണ്ട് എനിക്ക് തോന്നിയത് ചെയ്യും. അതൊക്കെ ഭഗവാൻ ഭക്തിയായിട്ട് അങ്ങ് അംഗീകരിച്ചോളണം. വേണമെങ്കിൽ മതി എന്ന മട്ടാണ് നമ്മൾ. ഞാൻ പറയുന്നതാണ് ഭക്തി, ഞാൻ ചെയ്യുന്നതാണ് ഭക്തി, വേണമെങ്കിൽ സ്വീകരിച്ചോളൂ. ഭഗവാൻ പറയുന്നു, എനിക്ക് വേണ്ടേ വേണ്ട, നിങ്ങളുടെ ഭക്തിയൊന്നും എനിക്ക് സ്വീകാര്യമല്ല. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കണ്ടീഷൻസ് അനുസരിക്കണം, എൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കണം. നിങ്ങളുടെ തോന്നിയവാസം കാണിച്ചിട്ട് ഞാൻ അതെല്ലാം അംഗീകരിക്കണമെന്നും അത് എൻ്റെ അടുത്ത് നടക്കില്ല. ഭഗവാൻ പറയുകയാണ്, അഹം ഉച്ചാവചൈർദ്രവ്യൈഹി ക്രിയയോൽപ്പന്നയാ നഘേ നൈവ തുഷ്യേ അർച്ചിതോ അർച്ചായാം ഭൂതഗ്രാമാവമാനിനഃ അർച്ചാദൗ അർച്ചയേത്താവത് ഈശ്വരം മാം സ്വകർമ്മകൃത് യാവന്ന വേദ സ്വഹൃദേ സർവഭൂതേഷ്വസ്ഥിതം. യാവത് സർവഭൂതേഷു അവസ്ഥിതം ഈശ്വരം മാം സ്വഹൃദി ന വേദ താവത് സ്വകർമ്മകൃത് അർച്ചാദൗ അർച്ചയേത്. വിഗ്രഹാരാധനയെ പൂർണ്ണമായി ഭഗവാൻ നിന്ദിച്ചു പറയുന്നില്ല. നിങ്ങൾ വിഗ്രഹാരാധന വേണ്ട എന്നൊന്നും പറഞ്ഞില്ല അവിടെ. അതുവരെ നിങ്ങൾ അർച്ചാദിയിൽ, വിഗ്രഹാദികളിൽ അർച്ചിച്ചോളൂ. ഏതുവരേക്ക്? യാവത്, ഏതു കാലം വരെ സർവഭൂതേഷു അവസ്ഥിതം ഈശ്വരം മാം, സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനായ ഈശ്വരനായ എന്നെ സ്വഹൃദി ന വേദ, സ്വന്തം ഹൃദയത്തിൽ അറിയാതിരിക്കുന്നുവോ. അപ്പൊ എത്ര കാലം സർവഭൂതങ്ങളിലും ഇരിക്കുന്ന എന്നെ നിങ്ങൾ അറിയാതിരിക്കുന്നുവോ, താവത്, അത്ര കാലത്തോളം സ്വകർമ്മകൃത്, സ്വന്തം കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവനായിക്കൊണ്ട് ആ കർമ്മത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈശ്വരാരാധനയും വിഗ്രഹാദികളിൽ അർച്ചാദൗ അർച്ചയേത് ചെയ്യേണ്ടതാണ്. അപ്പോ സർവഭൂതങ്ങളിലും ഈശ്വരനെ കാണുന്നവർ വിഗ്രഹാദികളിൽ പൂജിക്കേണ്ട കാര്യവും ഇല്ല എന്നതിന്റെ അണ്ടർസ്റ്റുഡാണ്.
എല്ലാ ഭൂതങ്ങളിലും ഈശ്വരനെ കാണാനുള്ള ദൃഷ്ടി നിങ്ങൾക്ക് വികസിച്ച് കിട്ടിയാൽ പിന്നെ നിങ്ങൾ വിഗ്രഹാദികളിലൊന്നും പൂജിക്കണമെന്ന് ഞാൻ പറയില്ല. അതിലേക്ക് വളരാനുള്ള ആദ്യത്തെ പടിയായിട്ട് വിഗ്രഹാരാധന ചെയ്തോളൂ. വിഗ്രഹാരാധനയിൽ നിന്ന് പഠിക്കണം, പൂജയുടെ തത്വം പഠിക്കണം. എന്നിട്ട് വിഗ്രഹത്തിലിരിക്കുന്ന ഈശ്വരന്റെ തത്വം അറിയണം. പൂജയുടെ തത്വം അറിയണം, ഈശ്വരന്റെ തത്വം അറിയണം. രണ്ടും അറിഞ്ഞു കഴിയുമ്പോൾ ഈശ്വരൻ സർവവ്യാപിയാണ്, സകല ചരാചരങ്ങളുടെയും ആത്മാവാണെന്നുള്ള തത്വം അറിഞ്ഞ് ആ ഈശ്വരൻ പ്രസാദിക്കണമെങ്കിൽ ഞാൻ ഈ ചെറിയ പൂജ പോരാ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിസ്സാര പൂജ പോരാ, എന്റെ പ്രവൃത്തികളെല്ലാം സർവവ്യാപിയായ ഈശ്വരനെ പ്രസാദിപ്പിക്കാനുള്ളതാവണം, സർവാത്മാവായ ഭഗവാന്റെ പ്രീതിക്കായി മാറണം, ആരെയും വേദനിപ്പിക്കാതെ എല്ലാവർക്കും ആവുന്ന പോലെയുള്ളതായിട്ടുള്ള ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം ഞാൻ നയിക്കണം. അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഈശ്വര പൂജ. അങ്ങനെയുള്ള എനിക്ക് പൂജാമുറിയിലോ ക്ഷേത്രത്തിലോ ഏതെങ്കിലും വിഗ്രഹത്തിലോ പ്രത്യേകമായിട്ട് ദ്രവ്യങ്ങളെ കൊണ്ട് പൂജിച്ചില്ലെങ്കിലും അതിനേക്കാൾ ഭഗവാൻ പ്രസാദിക്കും. ഈ കോൺഫിഡൻസ് വരും. എന്നാലും പൂജിച്ചു എന്ന് വരും, വിഗ്രഹങ്ങളിൽ പൂജിച്ചു എന്ന് വരും. എന്തിനാ? ബാക്കി സമയമുണ്ട്. തൻ്റെ അടുത്ത് വരുന്ന ആളുകളെ സേവിച്ചു കഴിഞ്ഞ് തനിക്ക് സമയമുണ്ട്. അപ്പോൾ താൻ ആ ഈശ്വര പൂജയും അതിൻ്റെ തത്വവും മറക്കാതിരിക്കാനും എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാനും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാനും പൂജ ചെയ്യും. മാത്രമല്ല മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചുകൊണ്ടും പൂജ ചെയ്യും. മറ്റുള്ളവരും കാണുന്നുണ്ട് തന്നെപ്പോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാള് ഈശ്വര പൂജ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മാതൃക കാണിച്ചുകൊണ്ടും ചെയ്തു എന്ന് വരും. ചെയ്തില്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, സമൂഹത്തിന് മാതൃക കാണിക്കാൻ വേണ്ടി ചെയ്തു എന്ന് വരും. ഇപ്പം ശൃംഗേരി അവിടുത്തെ മഠാധിപതിമാരായിട്ടുള്ളവരും കാഞ്ചി മഠാധിപതിമാരായിട്ടുള്ളവരും അതുപോലെയുള്ള പല മഠങ്ങളുടെയും അധീശ്വരന്മാര് അവർക്കിതൊക്കെ അറിയാം, ഈ തത്വങ്ങളൊക്കെ അറിയുന്നവരാണ്, അദ്വൈത വേദാന്തികളാണ്. പക്ഷെ എങ്കിലും അവരെന്ത് ചെയ്യണു? അവരുടെ മഠങ്ങളിലുള്ള പൂർവീകർ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ചന്ദ്രമൗലീശ്വര പൂജ, ശാരദാ പൂജ, ശ്രീചക്ര പൂജ, മറ്റ് ദേവതാ പൂജകൾ എല്ലാം നിത്യവും ചെയ്യുന്നു. അതെന്തിനാ? അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഒരുപാട് പേര് അവരെ മാതൃകയായി കാണുന്നുണ്ട്. സമൂഹത്തിൽ ഒരുപാട് പേര് അവരെ പിന്തുടരാൻ ശ്രമിക്കുന്നവരുണ്ട്. സന്യാസിമാരായിട്ടുള്ളവരല്ല, ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർ. ആ ഗൃഹസ്ഥന്മാർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിത്രയും ശ്രദ്ധയോടെ ആ പൂജകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ശങ്കരാചാര്യര് ഈ ഭാരതത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നവീകരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. അവിടെയൊക്കെ പൂജാ പദ്ധതികൾ ഏർപ്പാട് ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. വരും തലമുറകൾക്ക് മുഴുവൻ ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടാണ്. അവർക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. അതിലൂടെ കടന്നു വേണം അദ്വൈത വേദാന്തത്തിൻ്റെ ഉന്നതമായ ശൃംഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ. അപ്പോൾ ആദ്യമേ അദ്വൈത വേദാന്തം എല്ലാവർക്കും പ്രായോഗികമാവുകയില്ല. അപ്പോൾ അവരുടെ തലത്തിൽ നിന്ന് അവർക്ക് പതുക്കെ ഉയർന്നു വരാനായിക്കൊണ്ടാണ് ഈ ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങളും വിഗ്രഹാരാധനകളും പൂജകളും ഒക്കെ വച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ഒരിക്കലും നിന്ദിക്കുകയല്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതെല്ലാം അനുഷ്ഠിക്കാൻ. അതുകൊണ്ട് പൂജകളെ ഉപേക്ഷിക്കൂ എന്നല്ല പറഞ്ഞത്, പക്ഷെ വളരണം. എന്നും LKG തന്നെ ഇരുന്നാൽ പോരാ. അപ്പോൾ സർവഭൂതങ്ങളിലും ഇരിക്കുന്ന എന്നെ എത്ര കാലത്തോളം അറിയാൻ കഴിയുന്നില്ലയോ അത്ര കാലത്തോളം വിഗ്രഹാദികളിൽ പൂജ തുടർന്നോളൂ. ഇതാണ് പറഞ്ഞത്. അർച്ചാദൗ അർച്ചയേ താവത് ഈശ്വരം മാം സ്വകർമ്മകൃത്
യാവന്ന വേദ സ്വഹൃദി സർവഭൂതേഷവസ്ഥിതം. ഒരു മഹാത്മാവ് ഈ പൂജാദികളൊക്കെ നേരത്തെ അനുഷ്ഠിച്ചിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഈ ജ്ഞാനം ഉണ്ടായി. ആ ജ്ഞാനം ഉണ്ടായതോടുകൂടി അദ്ദേഹം പിന്നെ ഈ വിധി നിഷേധങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് കടന്നു. അദ്ദേഹത്തെ പിന്നെ ഒരു ശാസ്ത്രവും ആജ്ഞാപിക്കുന്നില്ല. അതെ, മര്യാദയ്ക്ക് ദിവസവും പൂജ ചെയ്യണമെന്ന് ഒരു സന്യാസിയോടും ഒരു അവധൂതനോടും പറയുന്നില്ല. പറഞ്ഞതുകൊണ്ടല്ല, ശാസ്ത്രം പറഞ്ഞതുകൊണ്ടല്ല ഒരു സന്യാസി പൂജിക്കുന്നത്. അദ്ദേഹം സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുന്നതുകൊണ്ട് സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. അദ്ദേഹത്തെ ശാസ്ത്രം പറയുന്നില്ല, അനുശാസിക്കുന്നില്ല ഇന്നത് ചെയ്തോളണം എന്ന്. സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ പൂജകളും ഉപേക്ഷിക്കലും കൂടിയാണ്. എല്ലാ ഉപാസനകളും ഉപേക്ഷിച്ചോളൂ. അഹം ബ്രഹ്മാസ്മി എന്ന ബോധം നിലനിർത്താൻ തടസ്സമായിരിക്കുന്ന എല്ലാ ചടങ്ങുകളും ഉപേക്ഷിച്ചോളൂ. എന്നിട്ട് നിരന്തരം അഹം ബ്രഹ്മാസ്മി എന്ന ബോധം നിലനിർത്തൂ, മിണ്ടാതിരിക്കൂ. ഇതാണ് സന്യാസത്തിലെ ഉപദേശം. മിണ്ടാതിരിക്കൂ എന്നാ പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഉപാസിച്ചിരുന്ന ദേവതയെയും മന്ത്രങ്ങളെയും ഒക്കെ വിട്ടോളൂ. ഇപ്പോ ഗുരുവായ ഞാൻ ഉപദേശിക്കുന്ന ഈ സന്യാസ മന്ത്രം അത് നിങ്ങൾ ഉരുവിട്ടാൽ മതി. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് ഓൾ ഇൻക്ലൂസീവ് ആണ്. അതുകൊണ്ട് പഴയ ഉപാസനകളൊക്കെ വിട്ടതിൻ്റെ കുറ്റബോധമൊന്നും വേണ്ട, എല്ലാം വിട്ടോളൂ. ഇതാണ് സന്യാസ ദീക്ഷയിൽ ഗുരു ശിഷ്യന് കൊടുക്കുന്ന ഉപദേശം. എല്ലാ കർമ്മങ്ങളും സന്യസിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അഗ്നികർമ്മങ്ങളില്ല. അതുകൊണ്ട് സന്യാസിയെ നിരഗ്നി എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെ ഗണപതി ഹോമമോ സുദർശന ഹോമമോ ഹോമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഒരു ഹോമവും ഒരു സന്യാസി ചെയ്യേണ്ട ആവശ്യമില്ല. പൂജാദികളും ചെയ്യാൻ ശാസ്ത്രം പറഞ്ഞിട്ടില്ല. അത് പിന്നെ സൗകര്യത്തിന് ചെയ്യുന്നു എന്ന് മാത്രം. ആത്മനശ്ച പരസ്യാപി യഃ കരോത്യന്തരോദരം തസ്യ ഭിന്നദൃശോ മൃത്യുഃ വിദതേ ഭയമുൽബണം. ആത്മനശ്ച പരസ്യാപി യഃ കരോതി അന്തരോദരം. അന്തരാ ഉദരം. അപ്പൊ ആത്മനഃ തനിക്കും പരസ്യ മറ്റൊരുത്തനും അന്യനും, തനിക്കും പരനും എന്നൊരർത്ഥം. പിന്നെ ജീവാത്മാവായ എനിക്കും പരമാത്മാവായ ഈശ്വരനും എന്നും അർത്ഥം. രണ്ടർത്ഥത്തിലും വ്യാഖ്യാനിക്കാം. ആത്മനശ്ച പരസ്യാപി, ജീവാത്മാവായ എനിക്കും പരനായ പരമേശ്വരനും പരമാത്മാവിനും തമ്മിലും, ആത്മനഃ എനിക്കും പരൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന അന്യനും തമ്മിലും, അന്തരാ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ, ഉദരം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് എന്നർത്ഥമാണ്. ഉദരമാണ് നമ്മുടെ, അല്ലേ? എന്താണ്? നിറയ്ക്കാനുള്ള സ്ഥലമാണ്, സ്പേസാണ്. ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സ്ഥലത്തിന് ഉദരം എന്ന പേര്. നിറയ്ക്കാൻ ധാരാളം ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ ഉദരം എന്ന് പറഞ്ഞാൽ വ്യത്യാസം, ഗ്യാപ്പ്, ഇന്റർവെൽ എന്നൊക്കെ അർത്ഥമാണ്. ഉദരത്തെ യഹ കരോതി, ഏതൊരുവൻ ഭേദത്തെ കൽപ്പിക്കുന്നുവോ, ഭിന്നദൃശഃ തസ്യ, ഭേദബുദ്ധിയോടുകൂടിയ ഭേദദൃഷ്ടിയോടുകൂടിയതായിട്ടുള്ള അവന്, മൃത്യുഹു അഹം ഉൽബണം ഭയം വിദതേ, മൃത്യുവായ ഞാൻ, അഹം എന്ന് ഈശ്വരൻ തന്നെ പറയണം, മൃത്യു കാലസ്വരൂപനായ മൃത്യുസ്വരൂപനായ ഞാൻ തന്നെ അവന് ഉൽബണം ഭയം വിദതേ, ഭയങ്കരമായ ഭയത്തെ, ദുസ്സഹമായ ഭയത്തെ ജനിപ്പിക്കുന്നു. അപ്പോ ഈശ്വരനും പരമാത്മാവും ഈ ജീവനും തമ്മിലും താനും മറ്റൊരാളും തമ്മിലും അല്പമെങ്കിലും ഭേദം കാണുന്ന ഒരുവന് മൃത്യുസ്വരൂപനായ കാലസ്വരൂപനായിട്ടുള്ള ഞാൻ ഭയത്തെ ജനിപ്പിക്കുന്നു, ഉൽബണമായ ഭയത്തെ ജനിപ്പിക്കുന്നു. അതുകൊണ്ട് എന്തു വേണം?
ഭേദബുദ്ധി ഇല്ലാതാവണം. ദ്വിതീയാദ്വൈ ഭയം ഭവതി എന്ന് ഉപനിഷത്ത് പറയുന്നു. രണ്ടുണ്ടോ ഭയമുണ്ട്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബതമിണ്ടാവതല്ല മമ. അത് പണ്ടേ കണക്കെ വരുവാൻ, രണ്ടില്ല എന്നുള്ള ഏകമേവ അദ്വിതീയം എന്നുള്ള ബോധം വരുവാൻ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ. അപ്പൊ ഇവിടെ നാനാത്വമില്ല. നേഹ നാനാസ്തി കിഞ്ചന, നേഹ നാനാസ്തി കിഞ്ചന. മൃത്യോസ മൃത്യുമാപ്നോതി യൈഹ നാനേവ പശ്യതി. ഉപനിഷത്തുകൾ പറയുന്നതാണതല്ല. മൃത്യോസ മൃത്യുമാപ്നോതി യൈഹ നാനേവ പശ്യതി. ആരാണോ ഇവിടെ നാനാത്വത്തെ ദർശിക്കുന്നത്, പലതുണ്ട് എന്ന് കാണുന്നത്, അവൻ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവൻ സംസാരിയായി തന്നെ തുടരുന്നു. അവൻ ഒരിക്കലും ഗതി പിടിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നാനാത്വം ഇല്ല, നാനാത്വം ഭ്രമം മാത്രമാണ്, അജ്ഞാനമാണ് എന്ന് ബോധിക്കണം. അപ്പൊ ഭേദദർശനമുള്ളവന് ഭയമുണ്ടാകുന്നു. ഭേദദർശനം മാറണം. എല്ലാം ഏകവും അദ്വിതീയവുമായ ഈശ്വരനാണെന്നുള്ള ദർശനം ഉറയ്ക്കണം. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് ഗീതയിൽ ഭഗവാൻ 7-ാം അധ്യായത്തിൽ. ആരാണോ സർവം വാസുദേവൻ എന്ന് കാണുന്നത് അവൻ മഹാത്മാവാകുന്നു. അവനെപ്പോലൊരാൾ ഭൂമിയിൽ ദുർലഭനാകുന്നു. സ മഹാത്മാ സ ദുർലഭ. ആരാണോ വാസുദേവ സർവമിതി എന്ന് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അധമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യാം മൈത്ര്യാഭിന്നേന ചക്ഷുഷാ. ഇതാണ് ഉപദേശം. അധ ദർഫോർ, അതുകൊണ്ട് മാം എന്നെ സർവഭൂതേഷു സകല ഭൂതങ്ങളിലും ഭൂതാത്മാനം കൃതാലയം പ്രാണികളുടെ ആത്മാവായി ആലയം ചെയ്തിരിക്കുന്നു. എല്ലാവരുടെ ശരീരത്തിലും ശരീരത്തെ ക്ഷേത്രമാക്കിക്കൊണ്ട്, ഓരോ ജന്തുക്കളുടെ ശരീരവും ക്ഷേത്രങ്ങളാണ്. അതിൽ ആത്മാവായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ശ്രീകൃഷ്ണനും ഗുരുവായൂരപ്പനും ഒക്കെ തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പൊ ഭൂതാത്മാനം കൃതാലയം, അങ്ങനെയുള്ള എന്നെ കണ്ടിട്ട് അർഹയേത് ദാനമാനാഭ്യാം, ദാനങ്ങളെ കൊണ്ടും മാനങ്ങളെ, മാനാന്ന് പറഞ്ഞാൽ സമ്മാനങ്ങൾ, പൂജ, ബഹുമാനം മുതലായവ കൊണ്ട് ആരെയും നിന്ദിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ, ദാനമാനാഭ്യാം അർഹയേത്, അർഹയേത് പൂജയേത്, അർഹണം ചെയ്യാന്ന് പറഞ്ഞാൽ പൂജിക്കുക, ബഹുമാനിക്കുക. മൈത്രിയ അഭിന്നേന ചക്ഷുഷ, മൈത്രീഭാവത്തിലും ഭേദബുദ്ധിയില്ലാത്ത ദൃഷ്ടി കൊണ്ടും കണ്ണുകൊണ്ടും സമഭാവനയോടുകൂടിയും മൈത്രീഭാവനയോടുകൂടിയും എല്ലാവരോടും സൗഹൃദം പുലർത്തുക, എല്ലാവരോടും സ്നേഹം ഭാവിക്കുക. കൃത്രിമ സ്നേഹമല്ല, അഭിനയമല്ല, ഉള്ളിൽ നിന്നുള്ളത്. കാരണം എന്താണ്? എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപനായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പോ സ്നേഹത്തെ പ്രകടിപ്പിക്കുക. അത് താഴ്ന്നവർക്ക് ദാനമായിട്ടും മുതിർന്നവർക്ക് മാനമായിട്ടും, മുതിർന്നവരെ മാനിക്കുക, താഴ്ന്നവർക്ക് ദാനം കൊടുക്കുക. ദാനമാനാഭ്യാം അർഹയേത് മൈത്രിയ അഭിന്നേന ചക്ഷുഷ. ഭഗവാന്റെ ഉപദേശമാണ്. നമ്മൾ ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം സർവഭൂതങ്ങളിലും കുടികൊള്ളുന്ന എല്ലാവരുടെ ശരീരമാകുന്ന ക്ഷേത്രങ്ങളിൽ ആത്മസ്വരൂപനായി ഞാൻ കുടികൊള്ളുന്നു, അവിടെ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. അങ്ങനെയുള്ള എന്നെ ദാനം കൊണ്ടും മാനം കൊണ്ടുമെല്ലാം പൂജിക്കുക. മൈത്രീഭാവം കൊണ്ടും ഭേദദൃഷ്ടിയില്ലാതെയും എന്നെ പൂജിക്കുക. ഇന്നിവിടെ നിൽക്കട്ടെ, നാളെ തുടരാം.
ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ 5-ാം തീയതി, നാളെ രാവിലെ കാണാം. ഇന്ന് ശ്രീരാമകൃഷ്ണ ജയന്തിയാണ്. രാമകൃഷ്ണ പരമഹംസരുടെ ജയന്തി ആഘോഷിക്കുന്നു ശ്രീരാമകൃഷ്ണ ഭക്തന്മാർ. അദ്ദേഹം അവതാര വരിഷ്ഠൻ തന്നെയാണ്. ആ അവതാര ശ്രേഷ്ഠനായ ഗുരുവര്യനും കൂടിയായ രാമകൃഷ്ണ ഭഗവാനെ നമുക്കും സ്മരിക്കാം. ഓം നമോ ഭഗവതേ രാമകൃഷ്ണായ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.